अच्छा बाय अच्छा। ഭാരതി, ഞാൻ പറഞ്ഞതല്ലേ രവി എപ്പോ നോക്കിയാലും എന്റെ പാവാട പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ഭാരതി, ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? ഞാൻ നോക്കിക്കോളാം. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരിക്കൂ. നിന്നോട് എന്താ പ്രത്യേകം പറയണോ? ഇരിക്കവിടെ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? മര്യാദക്ക് ഇരിക്കാൻ അവിടെ. നിന്റെ പ്രശ്നം എന്താ? ടീച്ചർ, രവി എന്റെ ഫ്രണ്ട് കവിതയുടെ പാവാട പിടിച്ച് വലിച്ചോണ്ടിരിക്കാന്ന് ഞാൻ പറഞ്ഞോണ്ടിരിക്കല്ലേ. ഇന്നലെ അവനെ വാൺ ചെയ്തതല്ലേ, പിന്നെ എന്താ നിനക്ക്? അവനോട് മുട്ടുകുത്തിരിക്കാൻ പറ. ദേ നോക്ക്, ഞാനാണോ ടീച്ചർ അതോ നീയാണോ? മര്യാദക്ക് ഇരുന്നോ. അവൻ മുട്ടുകുത്തി ഇരുന്നാ മാത്രമേ ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ. പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ഒന്ന് തന്നാലുണ്ടല്ലോ ഞാൻ. അവൻ തെറ്റ് ചെയ്ത് അവനെ വിട്ടിട്ട് എന്നെ അടിക്കാൻ വരികയാണോ? എന്താ സാറേ, കളിക്കുകയാണോ? കുട്ടിയുടെ കയ്യിലാ ഗണ്ണ് കൊടുക്കുന്നത്. ഗണ്ണാണ് സാർ അത്. മനസ്സിലായി, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു സാർ. അവള് സോറി സാർ. വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് തന്നെ സംസാരിക്കല്ലേ. നിങ്ങളുടെ മകൾക്ക് എന്താ ഇത്ര പെട്ടെന്ന് ദേഷ്യം വരുന്നത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ആരാ സാറേ എന്നെ ഉത്തരം പറയുന്നത്? സോറി സാർ. സാറേ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ. ടീസി ഞാൻ തരാം. സാർ വേറെ ഏതെങ്കിലും സ്കൂൾ നോക്കിക്കോ. സാർ പ്ലീസ്. ഭാരതി, എന്താ അച്ഛാ, എനിക്ക് അവരെ ടീസി തന്നോ? ആ ശരി, വാ നമുക്ക് പോവാം. നല്ല അച്ഛനും നല്ല മോളും ഈ പ്രായത്തിലെ തോക്കെടുക്കാൻ തുടങ്ങി. ഇവളൊക്കെ വലുതായി എന്താണോ കാണിക്കാൻ പോകുന്നത്? പറയച്ചാ, നിനക്കെന്താ ഇത്ര ദേഷ്യം വരുന്നേ? എനിക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. നോക്കിക്കേ, ഞാൻ ജോളിയായിട്ട് പാൽഗവ കഴിച്ചോണ്ടിരിക്കല്ലേ. ശരി മോളെ, നീ പഠിച്ച് വലുതായിട്ട് എന്ത് ജോലിക്കാ പോവാൻ പോന്നേ? അച്ഛാ, ഞാൻ ഇത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാനേ പോലീസ് ആവാനാ പോകുന്നേ. പോലീസ് ആയിട്ട് വേണേ എനിക്ക് തെറ്റ് ചെയ്യുന്ന എല്ലാവരെയും ചുമ്മാ ടിഷ്യൂ 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 എന്ന് ഞാൻ ചുട്ടുകൊല്ലും. തെറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഞാൻ കൊന്നുകൊള്ളയോ അച്ഛാ. എന്താ അച്ഛാ? ഒന്നുമില്ല മോളെ, അച്ഛൻ ഒരു കാര്യം പറയട്ടെ. പറ. അതെ, പോലീസ് ജോലി അല്ലാതെ വേറെ ജോലിക്ക് എന്താ പോവാത്തെ? ഹയ്യടാ, ഞാൻ പോലീസാ. പോലീസായിട്ട് തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷിക്കാൻ പോവാണോ? അതെ അച്ഛാ, ഞാൻ അച്ഛനെക്കാളും വലിയ പോലീസാവും. എല്ലാരെക്കാളും വലിയ പോലീസാവും ഞാൻ. ഭാരതി, നിനക്ക് ശാന്തി ടീച്ചറിന് ഒരുപാട് ഇഷ്ടമല്ലേ? അതെ, എനിക്കിഷ്ടാണ്. എന്തുകൊണ്ടാ അങ്ങനെ? അവര് ഭയങ്കര കറക്റ്റ് ആയിട്ടുള്ള ആളാ. ആര് തെറ്റ് ചെയ്താലും അവരെ ശിക്ഷിക്കും. ആര് നല്ലത് ചെയ്താലും അവരെ ഉടനെ പ്രശംസിക്കും. എന്നെ വരെ ഒരുപാട് പ്രശംസിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്തപ്പോ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവരാണ് പോലീസ്. തെറ്റേ ചെയ്യാത്തവരെ ഉണ്ടാക്കിയെടുക്കുന്നവരാണ് ടീച്ചേഴ്സ്. നിനക്കെന്താ ടീച്ചറായ? അയ്യടാ, അതൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പോലീസ് ആവണം, പോലീസ് ആവണം, പോലീസ് ആവണം. ഇടിമിന്നലോട് മഴയ്ക്ക് സാധ്യത. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിയിപ്പ്. ഇലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പോകുന്നു തോന്നുന്നു. ഇവിടെ ഒരുത്തിനും ഒരു 5 or 10 എടുത്തോണ്ട് പോകാൻ പറ്റില്ല. പക്ഷെ രാഷ്ട്രീയക്കാരൻ 1000 കോടി അടിച്ചു മാറ്റും. നീ ഈ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് വേണ്ടിയാ സൊസൈറ്റിക്ക് വേണ്ടിയാ? സോറിനെ.
ഇനി എത്ര വർഷം കഴിഞ്ഞാണാവോ മകള് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്? എന്റെ മോളെ പറ്റി നിനക്കറിയാവല്ലോ, ചുമ്മാ ഇരിടാ. കാലത്തവളെ മുഖം കണ്ടാലേ എനിക്ക് നേരം വെളുത്ത പോലാവും. താനും വിശ്വാമിത്രരെ പോലെ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഡാ, അത് വിക്രമാദിത്യനാടാ. ഓ, ഗുഡ് മോർണിംഗ് ഭാരതി. മോളെ എഴുന്നേൽക്ക്, സമയായി. കുളിക്കടാ, പോ. ഹായ്. കഴിച്ചായിരുന്നോ? ദോശ നിങ്ങൾ കഴിച്ചോ? ഇപ്പൊ എന്റെ മോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്ക്. വേസ്റ്റ് എടുത്താ ഡെപ്പയിലിടും. ഈ ഏരിയ വഴി പോകാൻ പറ്റൂടി. ആ ബസ് ബീച്ച് വരെ പോകും. അത് full ഇപ്പൊ എന്താ ചുറ്റിട്ടല്ലേ പറയാൻ പോകുന്നതെന്ന് പോകുന്നത്. നോക്ക്. ആന്റി, ലേഡി, അമ്മേ ഇവരെയൊക്കെ വെടി വെച്ച് കൊല്ലണം ഇല്ല അമ്മേ? വാ. മതിയല്ലേ? കുടുംബത്തിലെല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നാ തോന്നുന്നത്. നമസ്കാരം പഞ്ചായത്തിലെ പ്രജകളെ. ഇലക്ഷൻ ഡേറ്റിനെയും ശരിക്കും അറിഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ചേട്ടൻ ഞാളവന്തായി വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ അമ്മമാരെ, ഇത്തവണയും ചേട്ടന്റെ കരട് ചിഹ്നത്തിൽ വോട്ട് വാരി വിതരണമെന്ന് ഞങ്ങളുടെ താത്തു പാർട്ടി വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ഒരിക്കലും മറന്നു പോവരുത്. ഹോംവർക്ക് എല്ലാം കറക്റ്റായിട്ട് ചെയ്തില്ലേ? നില, നീ ചെയ്തില്ലേ? ചെയ്തമ്മേ, എന്നെ വിശ്വാസമില്ലേ? കള്ളമല്ലേ പറയുന്നേ? എങ്ങനെയാണ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത്? അപ്പൊ ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഗുഡ് മോർണിംഗ് മിസ്. കേട്ടില്ല. ഗുഡ് മോർണിംഗ് മിസ്. കേട്ടില്ലടാ. ഗുഡ് മോർണിംഗ് മിസ്. ഹോംവർക്ക് ചെയ്തോ? ചെയ്തു മിസ്. ശരി, പൊക്കോ പൊക്കോ. വാ. മിസ്, കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഡോക്ടറെ കാണിച്ചൂടെ മിസ്? വളർന്നു വരുന്തോറും നിന്റെ വാ കുറച്ച് കൂടുന്നുണ്ട്. ടീച്ചർ വരുന്നില്ല. ഇല്ല, എന്റെ അമ്മയാ വരുന്നത്. അല്ല, ടീച്ചറാ വരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ്. സേ ഇൻ ഇംഗ്ലീഷ്. സിറ്റ് ഡൗൺ. ആരൊക്കെ ഹോംവർക്ക് ചെയ്തില്ല? സാറ് മാത്രമേ ഉള്ളൂ, അതോ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ വാ. രവി ഇന്ന് പെട്ടത് തന്നെ. തെറ്റ് ചെയ്താ അത് സമ്മതിക്കാനും ധൈര്യം വേണം. സാറിനെ പോലെ തെറ്റ് സമ്മതിച്ചാലേ തിരുത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കണോ അതോ വേണ്ടായോ? കൊടുക്കണം. കൊടുക്കല്ലേ? കൊടുക്കട്ടെ. കൊച്ചു കൊച്ചു കനവുകളോ വാനം താണ്ടി വിതച്ചിടണം. കൊച്ചു കൊച്ചു കുറുമ്പുകളോ ജീവിതത്തിൽ ജയിച്ചിടണം. തുള്ളിയോടുന്ന മാനിനെ പോ കഷ്ടങ്ങൾ മറന്ന് ഓടണം. പറന്നു കിടക്കുന്ന മേഘം പോലെ
நான் ஏரியில டோனு ஏட்டடுக்கு கேக்கும் பாட்டடா ஏ சோ சூப்பர் சீனு நான் ஏரியில டோனு ഫുള്ളായി സെറ്റിംഗിൽ അടിപൊളിയാക്കും ഞങ്ങൾ അടിപൊളിയാക്കും ജോളിയോ ജിംഖാന ജില്ലയിലെ തങ്കാന ഇൻകണം ഇൻകാനം സലാം അലൈക്കും സെറ്റിംഗിൽ അടിപൊളിയാക്കാം ഞങ്ങൾ അടിപൊളിയാക്കാം ജോളിയോ ജിംഖാന ജില്ലയിലെ തങ്കാന ഇൻകണം ഇൻകാനം സലാം അലൈക്കും ജോളിയോ ജിംഖാന ജില്ലയിലെ തങ്കാന ഇൻകണം ഇൻകാനം സലാം അലൈക്കും അച്ഛനെയും അമ്മയും അനുസരിച്ച് നടക്കണം ഇന്നും തോഴൻ തോഴിയായി വാഴണം അറിവ് തന്നവരെ ദൈവമായി കരുതണം അബ്ദുൽ കലാം കണ്ട സ്വപ്നം നിറവേറ്റണം സൂപ്പർ സീന് നായേരിയിലെ ഡോണ് ഫുള്ളായി സെറ്റിംഗിൽ അടിപൊളിയാക്കും ഞങ്ങൾ അടിപൊളിയാക്കും നീല അച്ഛന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അച്ഛൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകും. അമ്മേ എവിടേക്ക് പോകുന്നേ? ഒരു പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി പോവാ. അച്ഛൻ വരും, നീ പോയി കളിച്ചോ. പ്രകാശ് ഗാർമെന്റ് ഫാക്ടറിയിൽ ജോലി ചെയ്ത ഭുവന എന്ന സ്ത്രീയെ സ്ഥാപനത്തിന്റെ ഉടമയായ പ്രകാശ് പലതവണ ശാരീരികമായി പീഡിപ്പിക്കുകയും 5/4/2021 അതിക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു മൈ ലോർഡ്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. അദ്ദേഹം ഒരു മുതലാളിയാണ്. അദ്ദേഹത്തെ നിയമപരമായി നേരിടാൻ ഭുവനയും കൂട്ടാളികളും ചേർന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഞാൻ വേണമെങ്കിൽ കേസ് പിൻവലിക്കട്ടെ ചേച്ചി? പിൻവലിക്ക് ചേച്ചി, പ്ലീസ് ചേച്ചി, എന്നോട് ദേഷ്യം തോന്നല്ലേ? നിന്നെ പേടിപ്പിക്കുന്നവരാ എന്നെയും പേടിപ്പിക്കുന്നത്. എനിക്കും പാതിരാത്രി കോൾസ് വരുന്നുണ്ട്, അതും 1 മണിക്ക് കൂടെ. അറിയാവോ? വേറൊരു കാര്യം, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടും, അതല്ലേ നീതി. അതിനല്ലേ പോരാടുന്നേ. പിന്നെന്താ? ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നില, ആരുടെ ഫോണത്? അച്ഛാ, ആ ഫോൺ കൊണ്ടച്ചാ. എന്തോനാ? അച്ഛാ, ജിപേ പിൻ നമ്പർ പറയൂ അച്ഛാ. 1155. ഇപ്പൊ എന്തിനാ അതൊക്കെ? ഏയ്, ആർക്കാണ് ജിപേ ചെയ്യുന്നത്? അച്ഛാ, അമ്മ പറയും അച്ഛൻ വന്നിട്ട് പിക്കപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷെ അച്ഛൻ ലേറ്റ് ആയിട്ടല്ലേ വന്നിട്ട് പിക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് ബോർ അടിക്കല്ലേ, അതുകൊണ്ടാണ് വാച്ച്മാൻ ഞങ്ങളുടെ ഫോണിൽ വാങ്ങിയിട്ട് ഞാൻ അതിൽ ഓൺലൈൻ ഗെയിം കളിക്കുന്നത്. അവരുടെ ഫോണിൽ നെറ്റ് തീർന്നു പോയി, അവർക്കായി ഇപ്പൊ റീചാർജ് ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരു 60-70 പേര് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നെ ഡ്രൈവറായിട്ട് നീയെന്ന് എൻ്റെ അമ്മയാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. പോയി കൊടുത്തിട്ടോ. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ, ഇത് സന്തോഷ്. നമസ്കാരം ചേച്ചി. ഇരിക്കെ. ഹലോ സാർ, ഞാൻ പ്രകാശിന്റെ അളിയൻ സൗന്ദര്യ സംസാരിക്കുന്നത്.
കൂടെ ഭാരതി ടീച്ചറുണ്ട്. ഇപ്പൊ എന്റെ സ്റ്റൈൽ തന്നെ ടീച്ചറിനെ ഫിനിഷ് ചെയ്ത് വിട്ടേക്കട്ടെ. എടോ താനെന്താ മെന്റലാണോ? ആ സ്ത്രീ എന്താ സാധാരണ സ്കൂൾ ടീച്ചറാണെന്ന് വിചാരിച്ചോ? ഇതേപോലെ പല കേസിൽ അവർ ഇൻവോൾവ് ആയിട്ടുണ്ട്. പെണ്ണിന്റെ മേലെ നീ ഒരു മണ്ണ് നുള്ളിയിട്ടാ പോലും നിന്റെ അളിയൻ ജീവിതകാലം മൊത്തം ജയിലിൽ കിടക്കേണ്ടി വരും. ഞാൻ ഇവിടെ 2 വർഷമായിട്ട് ഇഷ്ടത്തില്ല. പ്രകാശ് ഗാർമെന്റ്സിൽ വർക്ക് ചെയ്യുമ്പോൾ തൊട്ട് എനിക്ക് ഇവളെ അറിയാം. പക്ഷേ കുറെ പ്രാവശ്യം പ്രപ്പോസ് ചെയ്തിട്ടും ഇതുവരെ ഇവൾ സമ്മതിച്ചതേ ഇല്ല. ആ ഇൻസിഡന്റിന് ശേഷം ആ ഹോസ്പിറ്റലിൽ ഇവളെ ഞാൻ കാണാൻ പോയിരുന്നു. ബട്ട് ആരും കാണാൻ സമ്മതിച്ചില്ല. ഒരു 1 വീക്ക് മുന്നേ ഇവളെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. സോ രണ്ടുപേരും ഒരുമിച്ച് അമ്പലത്തിൽ പോയി എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് സംസാരിച്ചു. ഇവളോട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേച്ചി. ഇപ്പോഴും അത് തന്നെ പറയുന്നത്, ഇവളാണ് എൻ്റെ ലൈഫ് പാർട്ട്ണർ. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുന്നതിനേക്കാളും തെറ്റ് ചെയ്യാത്തവരെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടായി ടീച്ചർ ജോലിക്ക് വന്നത്. നിന്നെ തിരുത്തുന്നതിന് മുമ്പ് നിന്റെ പേരൻസിനെയും ടീച്ചേഴ്സിനെയും തിരുത്തിയേ പറ്റൂ. എല്ലാരും നിന്നെ പോലെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പോരാടേണ്ട ആവശ്യമില്ല. മനസാക്ഷിയെ പേടിയില്ലാത്തവനെ തെറ്റൊക്കെ ചെയ്യുന്നത്. പക്ഷെ എന്റെ ഭുവനയുടെ ദേഹത്ത് കൈവച്ചവനെ കണ്ടം തുണ്ടമായിട്ട് വെട്ടിക്കൊല്ലും. ഇപ്പോഴല്ലേ നല്ലവനെന്ന് പറഞ്ഞേ. പണം മോഷ്ടിക്കുന്നവരെക്കാൾ ഏറ്റവും വലിയ ക്രൂരന്മാരാരാന്നറിയോ? മറ്റുള്ളവർ അനുവാദം ഇല്ലാതെ അവർ സുഖത്തെ മോഷ്ടിക്കുന്നവർ. അവർ ഈ സൊസൈറ്റിയിൽ നിന്ന് പോകുന്നവരേക്ക് നമുക്ക് പോരാടിയേ പറ്റൂ. വേറെ വഴിയില്ല. കോർട്ടിന്റെ ഹിയറിംഗ് മിസ് ചെയ്യരുത്. ശരി ചേച്ചി. നിന്റെ അമ്മ വരുന്നുണ്ട്. അല്ല, നിങ്ങളുടെ മോളാ വരുന്നേ മുത്തച്ഛ. മുത്തച്ഛ, എന്താ എന്റെ അമ്മ നിങ്ങളോട് സംസാരിക്കട്ടെ? അതൊരു വലിയ കഥയാ മോളെ. ഒരു ദിവസം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് പോലും അറിയത്തില്ല. അമ്മേ, എന്താടാ? ഇവളെവിടെയാ പോയിട്ട് വരുന്നേ അറിയാവോ? ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ചോദിച്ചാ പോരെ. മിണ്ടാതിരിക്കുക, അവളുടെ അച്ഛൻ അവിടെ ഇല്ലതല്ലേ. ഇപ്പോഴല്ലേ വന്നത്, 10 മിനിറ്റ് സമയം താ. ഞാൻ നോക്കിക്കോളാം, മോള് ചെല്ലേ. നീ എന്താ ചെയ്യാറുള്ളത്? സൊസൈറ്റിയിൽ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ കോപ്പി ചെയ്ത് ഇടുന്നതോടെ തീർന്നു. അത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഭാരതി സ്ട്രെയിറ്റായി ഇറങ്ങി നിന്ന് പോരാടാണ്. അതാണ് എന്റെ മരുമോള്. അഭിമാനിക്കതിൽ. എന്തിട്ട് അഭിമാനിക്കാനാ? പോരാടിക്കൊണ്ടിരിക്കുക. ആരുടെയോ തലയെടുത്താണെന്ന് കരുതി എടുത്തിട്ട് പോയിക്കൂടെ? കുടുംബമുണ്ടെന്ന ഒരു വിചാരം ഇല്ലാതെ എപ്പോ നോക്കിയാലും പോരാട്ടം, പ്രശ്നങ്ങൾ, കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് അലഞ്ഞോണ്ടിരിക്കുക. എവിടെയോ ആർക്കോ പ്രശ്നം, അതിന് ഇവക്കെന്താ? മോളെ, എല്ലാം മറക്കാതെ എടുത്തല്ലോ. ശരി, കാറി കയറ്. മറന്നു പോയല്ലേ? എന്താ മറന്നുപോയേ? റിപ്പോർട്ട് കാർഡ്. ശരി, വിട്ടേക്ക്. ബൈ. അത് നാളെ നോക്കാം കേട്ടോ. നമ്മുടെ ദിവ്യ മിസ്സിനെ കുറിച്ച് അമ്മയ്ക്ക് അറിയില്ലേ? ചീത്ത പറയും അമ്മ. ശരി, വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി എടുത്തിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഹലോ, ആ എന്ത് ഇത്ര നേരമായിട്ട് അവളെ കാണാത്തത്? അമ്മ, ആ D4 അങ്കിള് എന്നെ ലിഫ്റ്റില് ബാറ്റ് ടച്ച് ചെയ്തമ്മ. നിന്നെ പെട്ടെന്ന് ഒരു സ്ത്രീയല്ലേടാ? നിനക്ക് അമ്മയും പെങ്ങന്മാരും ഇല്ലേടാ? നിന്നെയൊക്കെ നാട് റോഡിലിട്ട് തുണ്ടുമായിട്ട് വെട്ടണം. അപ്പോഴേ എല്ലാവരും പഠിക്കത്തുള്ളൂ. മോളെ, ഒന്നുമില്ല.
നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെന്നൈ ആലപ്പാക്കത്തിനടുത്തുള്ള ബഹുനിലകളുള്ള അപ്പാർട്ട്മെന്റിൽ ഇന്ന് രാവിലെ 10 വയസ്സ് തോന്നിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥിനി അതിക്രൂരമായ പീഡനത്തിന് ഇരയായി. വിദ്യാർത്ഥിനിയുടെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ പോലീസ് ഉടനെ സ്ഥലത്തെത്തി കുറ്റവാളിയെ കൈയോടെ പിടികൂടി വിചാരണ ചെയ്യാനായി കസ്റ്റഡിയിലെടുത്തു. ഈ ക്രൂര പ്രവൃത്തി ചെയ്ത പ്രതി അതേ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹലോ. ആ പറയാ. ഭാരതിയെ വിളിച്ചു നോക്കിയിരുന്നോ? ന്യൂസ് കണ്ടോ നീ? എന്താ അമ്മേ, എന്തോ പറ്റി? എനിക്കെന്തോ പേടിയാവുന്നു മോനെ. അമ്മ ഇങ്ങനെ പേടിക്കാതെ, ഞാനത് നോക്കട്ടെ എന്താണെന്ന്. ഒരു കുട്ടി സ്കൂൾ യൂണിഫോമിൽ തന്നെ പീഡനത്തിനിരയായ വാർത്ത അതിന്റെ ചുറ്റുമുള്ള ജനങ്ങളെല്ലാം ആശങ്കയിലാക്കിയിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. അവളുടെ സ്കൂളിൽ പോയി ശരി അമ്മേ, ഒന്ന് വേഗം പോമോനെ, പേടിയാവുന്നു. ഞാൻ നോക്കിക്കോളാം. അമ്മ വയ്ക്കേ. പീഡനത്തിനിരയായ കുട്ടിയെ സന്ദർശകരെ അനുവദിക്കാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. പെൺകുട്ടിയെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് എപ്പോൾ വാർഡിലേക്ക് മാറ്റുമെന്ന് പറയാറായി. വഴക്കും വിചിത്രമല്ല. വ്യവഹാരിയായ ഞാനൊരു പുതിയ മനുഷ്യനല്ല. എൻ്റെ ജീവിതപാതയിൽ ഞാനൊരു സർവ്വസാധാരണ മനുഷ്യനാണെന്ന് തോന്നുന്നു. ക്ലാസ് മുറിയിലെ കുഴപ്പങ്ങൾ. ഞാൻ പുരോഹിതനെ ആക്രമിച്ചു. കുറ്റം ചെയ്ത് എന്നെ അറസ്റ്റ് ചെയ്തു. ചേച്ചി, എത്ര പ്രാവശ്യം നിന്നെ ഫോൺ വിളിക്കണം? ഫോൺ ചെയ്താൽ എടുക്കത്തില്ലേ? അല്ലേ ചേച്ചി, സോറി, ഫോൺ സൈലന്റ് ആക്കി വെച്ചായിരുന്നു. ഒരു ലൊക്കേഷൻ അയച്ചു തരാം, അങ്ങോട്ട് വാ. ആ ശരി ചേച്ചി. മേഡം, നിങ്ങൾ പ്രസാണോ? അല്ല. മാഡം മാഡം നിക്ക്. അങ്ങോട്ടാരും പോവാൻ പാടില്ല. എന്താ? ആ കുട്ടിയായിട്ട് നിങ്ങളുടെ ബന്ധം എന്താ? അമ്മ. അമ്മയോ? സാർ, നിങ്ങൾ അഡ്വക്കേറ്റ് പോയിക്കോളൂ. മേഡം മേഡം വീട് മേഡം, ചേച്ചി പോയിക്കോ, ഞാൻ വരാം. ഭാരതി, സ്കൂൾ ടീച്ചർ. കുഞ്ഞിനെങ്ങനുണ്ട്? എനിക്ക് ഈ വയസ്സിലൊരു മോളുണ്ട്. ഭാരത് എൻ്റെ അനിയനാ, ലോയറാണ്. സിസ്റ്റർ, കംപ്ലൈന്റ് എന്തെങ്കിലും റൈസ് ചെയ്തിട്ടുണ്ടോ? ആ മൃഗം രക്ഷപ്പെടരുത്. നിങ്ങൾ കൊടുക്കാൻ പോകുന്ന കംപ്ലൈന്റ് ആയിരിക്കും അവന് കൊടുക്കാൻ പറ്റുന്ന പണിഷ്മെന്റ്. സിസ്റ്റർ, ഞാൻ പറയുന്നത് പോലെ ഒരു കംപ്ലൈന്റ് നിങ്ങൾ എഴുതി തരണം. അവർ ഈ അവസ്ഥയിൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ പോയി എഴുതിയിട്ട് വാ. ശരി ചേച്ചി. ഡിലേഡ് FIR-ഉം ഇതേപോലത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് അവനെ പോലുള്ളവർക്ക് അനുകൂലമാകും. കുഞ്ഞിനെ ആദ്യം GH-ലോട്ട് മാറ്റാം. നിങ്ങൾ മനസ്സിനെ തളർത്താതെ. ആരും നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയോ ഇല്ലയോ, ഞാനുണ്ടാകും. ജീവൻ പോയാലും കൂടെ ഉണ്ടാവും. സിസ്റ്റർ, ഇത് മോഡലായിട്ട് വെച്ചുകൊണ്ട് ഏത് സമയത്ത് എന്താ നടന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി സൈൻ ചെയ്ത് തന്നേക്ക്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം.
ഫ്ലോറിൽ അങ്കിൾ എന്നെ ലിഫ്റ്റില് ബാഗ് ടച്ച് ചെയ്തമ്മ. എന്താ പറ്റിയേ അമ്മ? നീല? എന്താ പറ്റിയേ? എന്റെ സ്കേർട്ട് ബട്ടണ്. നീല എന്താ പറ്റിയേ? സ്കേർട്ട് ബട്ടണ്. അങ്കിള് ഭയങ്കര ദേഷ്യം അമ്മ. എനിക്ക് വേദനിക്കുന്നു അമ്മ. നിനക്കെന്താ ഇത്ര ദേഷ്യം വരുന്നേ? ഞാൻ വേണമെങ്കിൽ കേസ് പിൻവലിക്കട്ടെ ചേച്ചി. അവനെ കൊന്നു കളയണം ഭാരതി. അങ്കിള് ഭയങ്കര ദേഷ്യം അമ്മ. എനിക്ക് വേദനിക്കുന്നു അമ്മ. സാർ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? സുഖമായിട്ടിരിക്കുന്നോ സാർ? സുഖമായിട്ടിരിക്കുന്നു സാർ. ഒരു മിനിറ്റ് ഇതൊന്ന് നോക്ക്. എന്താ ചെയ്യേണ്ടത് സാർ? പെട്ടെന്ന് നിങ്ങൾ ചോദിച്ച ഉടനെ എന്താ മറുപടി പറയണമെന്ന് അറിയത്തില്ല സാർ. ഭാരതി ഇപ്പോഴും നിങ്ങളോട് സംസാരിക്കാറില്ലേ? 16 വർഷമായി സംസാരിച്ചിട്ട്. എന്തോ അവള് ദീപാവലിക്ക് പടക്കക്കടയ്ക്ക് ലൈസൻസ് ചോദിക്കുന്ന പോലെ ചുമ്മാ നിങ്ങൾ തോക്കിനൊക്കെ ലൈസൻസ് ചോദിച്ചേക്കുന്നത്. ഞാൻ വായിച്ചു സാർ. സാർ, ഞാൻ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്ത ദിവസം മുതൽ കണ്ട ഒരേ ഒരു സിൻസിയർ പോലീസ്മാനാണ് നിങ്ങൾ. നിങ്ങൾ VRS വാങ്ങിച്ചതുപോലും എന്നെ അങ്ങനെ ബാധിച്ചിട്ടേ ഇല്ല. സാർ തന്നെ പറയും, ഭാരതി ചോദിച്ചത് ശരിയാണോ? സാർ, അവളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ ശരിയാണെന്നല്ലേ സാർ തോന്നുന്നത്? ഇപ്പം എന്താ ഭാരതിയെ സപ്പോർട്ട് ചെയ്യാനാണ് പറയുന്നത്? ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും സാർ. ആലോചിച്ച് ചെയ് സാർ. മാഡം, അക്യൂസിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. എവിടെ വെച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞൊന്ന് പറയരുത്. ആലപ്പക്കം ചൈൽഡ് അബ്യൂസ് കേസിൽ അറസ്റ്റ് ചെയ്തോണ്ട് വന്ന ആളെവിടെ? നിങ്ങളൊക്കെ ആരാ അത് ചോദിക്കാൻ? അക്യൂസ്റ്റിനെതിരെ കംപ്ലൈന്റ് റേസ് ചെയ്തിട്ടുണ്ട് സാർ. മറുപടി പറഞ്ഞേ തീരൂ. കണ്ടുപിടിച്ചിട്ട് ഞാനങ്ങ് അറിയിച്ചേക്കാം. ഇപ്പൊ പോ. ഭാരത്, വാ പോവാം. ആ നാറിയെ പിടിച്ച് ജയിലിൽ പൂട്ടുന്നവരേക്കും നടുറോട്ടില് സമരം ചെയ്യും. നമ്മൾ എന്തിനാ സമരം ചെയ്യുന്നത്? ഈ കേസ് ഈ നാട് മൊത്തം ഉറ്റു നോക്കുക. ഇങ്ങേര് FIR ഇട്ടില്ലെങ്കിൽ പണി പോയതിന് ഇങ്ങേര് പോയി സമരം ചെയ്യേണ്ടി വരും. എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് തെരുവിലാക്കോ നീ? ഹലോ, ഒരു മിനിറ്റ്. ദേശത്തെ സംസാരിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. സംസാരിക്കരുത്. ഇതെന്താ നിന്റെ വീടാണെന്ന് വിചാരിച്ചോ? പോലീസ് സ്റ്റേഷനോ? ഒരു സ്ത്രീയോട് എങ്ങനെ സംസാരിക്കണം അറിയില്ല. എങ്ങനെയെങ്കിലും ആ കുറ്റവാളിയെ കണ്ടുപിടിച്ച് നിങ്ങളെ ഏൽപ്പിച്ചേക്കാം. നിയമം കൊണ്ട് ഇയാളെ നടു റോഡിൽ നിർത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അയാളെ പിടിക്കുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ചേച്ചി സ്കൂളിലേക്ക് പോയിക്കോ. എല്ലാവരും വന്നാ പോയിട്ട് വരൂ. സാറേ, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതൊരു കൊച്ചുകുട്ടിയുടെ കേസാണ് സാറേ. നാളെ എന്തെങ്കിലും വിപരീതമായിട്ട് സംഭവിച്ചാൽ എല്ലാവരും അകത്ത് കിടക്കേണ്ടി വരും. R9 പോലീസ് സ്റ്റേഷൻ. സാറേ നമസ്കാരമുണ്ട് സാറേ. ഇൻസ്പെക്ടർ ഉണ്ടോ അവിടെ? ഉണ്ടല്ലോ സാറേ. അയാളെ ഒന്ന് വിളിച്ചിട്ട് വാ. സാറേ ഏച്ചി സാർ ലൈനിലുണ്ട്. അയക്ക് വരെ പണിയില്ലേ സാർ? തനിക്കൊരു വാട്സപ്പ് അയച്ചേക്കോ, നോക്കിയേക്ക്. സാർ, ഇലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്യാൻ പോവാ. ഇപ്പൊ എങ്ങനെ ഗൺ ലൈസൻസ്? ഇലക്ഷൻ ടൈം തന്നെയാ, അതെനിക്കും അറിയാം. ഞാൻ തന്നോട് പറയുമല്ലേ, ആദ്യം ഭാരതി ടീച്ചറിന്റെ ഗൺ ലൈസൻസിന്റെ ഫോർമാലിറ്റീസ് ഫിനിഷ് ചെയ്യുക. അത് ഒഫീഷ്യലാണോ അൺഒഫീഷ്യലാണോ ഞാൻ നോക്കിക്കോളാം. ഫോൺ വയ്ക്കുക. ഓക്കെ സാർ.
ദേഷ്യത്തെ സംസാരിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ഹലോ, ഭാരതിയാണോ സംസാരിക്കുന്നത്? അതെ, നിങ്ങളാരാ? R9 സ്റ്റേഷനിൽ നിന്ന് ഇൻസ്പെക്ടർ സംസാരിക്കുന്നത്. അതെ. എൻക്വയറി ചെയ്യണം. സ്റ്റേഷനിലേക്ക് ഒന്ന് വരാവോ? ഇല്ല, ഇപ്പൊ എനിക്ക് ക്ലാസ് ഉണ്ട്. ഈവനിങ് സ്കൂൾ വിട്ടിട്ട് വരട്ടെ. ഓക്കെ. ഹലോ, പറയടി. ഈവനിങ് മോളെ പിക്കപ്പ് ചെയ്യണം. നീ സ്കൂളിൽ തന്നെയല്ലേ? സ്റ്റേഷൻ വരെ ഒന്ന് പോണം, അതാ. എന്തേ, ഇന്നെന്താ പ്രശ്നം? ഗൺ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതാ വരാൻ പറഞ്ഞത്. ശരി, ഞാൻ പിന്നെ വിളിക്കട്ടെ. അൻപു, ഞാൻ തന്നെ സാർ, വന്നോളൂ. ഇരിക്കൂ സാർ. നിങ്ങളുടെ വൈഫ് ഗൺ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ടാണ് വന്നത്. സാർ, ഭാരതി ഗൺ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ എൻക്വയറി ചെയ്തേക്ക് സാർ. എന്നെ എന്തിനാ സാർ എൻക്വയറി ചെയ്യുന്നേ? എന്താടാ? ഹൈവേയിൽ നിൽക്കുവാ ഞാൻ. രാവിലെ മുതൽ ഓഫീസിലേക്ക് വിളിച്ചോണ്ടിരിക്കുക. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഒരുത്തന്നെ ഇതുവരെ കണ്ടില്ല. കോൾ വയ്ക്കണം, ഞാൻ വരാം. പപ്പടം കൂടെ തന്നേരെ. ചേച്ചി, പറ മോനെ. അമ്മ, നിങ്ങളുടെ മരുമകൾ എന്താ ചെയ്തു വെച്ചേക്കുന്നത് കണ്ടോ? ഗൺ ലൈസൻസിന് അപ്ലൈ ചെയ്തേക്കുവാ. ദേ പോലീസ് എന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ സംസാരിക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. ശിവകാമി അമ്മ നിങ്ങളല്ലേ? ആ, നിങ്ങളുടെ മോളും മരുമോനും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ടോ? അതല്ലാതെ നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഗൺ ലൈസൻസിന് വേണ്ടി ഇപ്പൊ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് ദേഷ്യം വന്നാൽ നിങ്ങളെ വെടിവെച്ചാലോ? ഭാരതി ഗൺ ലൈസൻസ് ചോദിക്കുന്നത് അവളുടെ ഇഷ്ടം. അവള് ദേഷ്യപ്പെടുമോ കൊല്ലുമോ എന്നൊക്കെ എന്നോട് എന്തിനാ ചോദിക്കുന്നേ? ഈ സൊസൈറ്റിയിൽ ഒരു സ്ത്രീക്ക് സമാധാനമായി ജീവിക്കാൻ ഗൺ മാത്രം പോരാ, മിലിറ്ററി വന്നാലും പറ്റില്ല സാറേ. അയ്യോ, ലേറ്റ് ആയെന്ന് പറഞ്ഞപ്പോ മിലിറ്ററിക്കാരൻ ദേഷ്യപ്പെടുമല്ലോ. സാറേ പറയൂ സാറേ. നിങ്ങൾക്ക് ഭാരതി ടീച്ചറിനെ അറിയാം? അറിയാം സാറേ. അവരാളെങ്ങനാ? സാറേ പൊന്നാണ് സാറേ, തിളങ്ങുന്ന പൊന്നാ. എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഓടി വന്ന് സഹായിക്കും. തെറ്റെങ്ങാൻ ചെയ്താല് കഥ കഴിഞ്ഞു. എന്തിനാ ഇപ്പൊ വീഡിയോ എടുക്കുന്നത്? വെയിറ്റ്, എന്താ കാര്യം? നിങ്ങളല്ലേ പളനി? അതെ. ഭാരതി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതെ, എന്റെ കൂട്ടുകാരന്റെ മകളാ. അവരെ പറ്റി ചിലത് ചോദിക്കാൻ വന്നതാ. എന്താ ഇത്, കൊച്ചു കുട്ടിയാ. അവളെ കുറിച്ച് എന്താ അറിയേണ്ടത്? അവര് ഗൺ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണോ? കൊടുത്തൂടെ? ആ കുട്ടിക്ക് വളരെ സന്തോഷായിരിക്കും. അയ്യോ, അതൊന്നും കൊടുക്കല്ല സാറേ. ഒരു ദിവസം അറിയാതെ ഞാൻ വേസ്റ്റ് താഴെ ഇട്ട് പോയി. എന്നെ വെടിവെക്കുമെന്ന് പറഞ്ഞു. ചിലപ്പോ വെടിവെച്ച് കളയും സാറേ. വേസ്റ്റ് ചവിട്ടുകൊട്ടയിലല്ലേ ഇടേണ്ടത്? അതിനല്ലേ അത് വെച്ചിരിക്കുന്നത്. ഗൺ ലൈസൻസ് എന്തിനാണ് മാഡം? സ്കൂളിലെ പിള്ളേരെല്ലാം പേടിപ്പിക്കാനാണോ? അവര് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലേ? ഇല്ല, നിങ്ങളെ ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോണിൽ ആരെങ്കിലും മോശം മെസ്സേജ് അയക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഈ മുഖമൊക്കെ മോർഫ് ചെയ്തിട്ട് വേറെ ആരുടെങ്കിലും ശരീരമൊക്കെ ചേർത്ത് വെച്ചിട്ട് എന്തെങ്കിലും മിസ്യൂസ് ചെയ്യുന്നുണ്ടോ? അതല്ല, നിങ്ങളെ ആരെങ്കിലും കൊല ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കരുതെന്ന് വിചാരിച്ചിട്ടാ ലൈസൻസിന് അപ്ലൈ ചെയ്തേ. എനിക്ക് മാത്രമല്ല, എന്റെ ചുറ്റിലുള്ള ആർക്കും ഒന്നും സംഭവിക്കാൻ പാടില്ല. അതിനെനിക്ക് കണ്ണ് വേണം. ശരിയാണ്. പക്ഷെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് മാത്രമല്ലേ നിങ്ങൾക്ക് ലൈസൻസ് അപ്ലൈ ചെയ്യാൻ പറ്റൂ? ജനങ്ങളെ സംരക്ഷിക്കാനല്ലേ ഞങ്ങൾ പോലീസ് ഉള്ളത്. ഞാൻ വേണമെങ്കിൽ ഒരു ഐഡിയ പറയട്ടെ. ഈ പാമ്പൊക്കെ തുപ്പത്തില്ലേ, നാഗമാണിക്യം, അതുണ്ട്. പിന്നെ എലിസബത്ത് റാണി തന്ന മോതിരം, പിന്നെ ഒരയ്ക്കുമ്പോ ഭൂതം വരുന്ന അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഏർപ്പാടാക്കി തരാം. സാർ, ഒരു സ്ത്രീയെ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യവസ്ഥകൾ പാലിക്കണം. അത് ലംഘിച്ച് സംസാരിക്കരുത്. നിന്റെ വാദമൊക്കെ അങ്ങ് കോടതിയിൽ മതി. ഇത് എന്റെ സ്റ്റേഷനാണ്. ഇവിടെ ഞാൻ പറയുന്നതാണ് നിയമം. രാവിലെ നടന്ന കാര്യം പോ. നില, കാറിൽ പാട്ടിട്ടോണ്ടിരിക്കേ. നിന്നോട് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം. മോനെ, നീക്കട ഒരു ചായ കുടിക്കാൻ പോലും അനുവദിക്കില്ലേ? എന്താടാ ഞാൻ ഒരു ചായ കുടിച്ചാ നിന്റെ കുലദൈവത്തിന് ദേഷ്യം വരുമോ? എന്തിനാടാ എന്റെ പുറകെ ഇങ്ങനെ?
ചേട്ടാ എന്തെങ്കിലും ഒന്ന് നോക്കി ചേട്ടാ. എന്തെന്നാടാ നോക്കി ചെയ്യാൻ പറയണേ? കണ്ടന്റ് എന്നും പറഞ്ഞ് എന്തിനാണ് എന്റെ കഴുത്ത് വെട്ടാൻ പറയണത്? ചേട്ടാ ചേട്ടനെ വിശ്വസിച്ചാ ഞാനിവിടെ നിൽക്കുന്നത്. ഇങ്ങനെ പറ്റിക്കുന്നത് ശരിയാണോ ചേട്ടാ? എടാ സത്യമായിട്ടും പറയാണ്, ഒരു കേസ് പോലും ഇല്ല. ഒരേ ഒരു കേസ്, ടീച്ചർ ഗണ്ണിന് ലൈസൻസ് ചോദിച്ച് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എന്ത് ഗൺ ലൈസൻസിനോ? അതും സ്കൂൾ ടീച്ചർ? അതല്ലേ ചേട്ടാ കണ്ടന്റ്. എന്ത് ഇതാണ് കണ്ടന്റ് എന്നോ? മൊത്തം ഡീറ്റെയിൽസ് വേണം. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം സാറേ. വെയിറ്റ് ആയിട്ട് തന്നേക്കാം. പേപ്പറും കൊണ്ട് ഞാൻ വരാം, നീ നോട്ട് എടുത്ത് എണ്ണിക്കൊണ്ടേയിരുന്നു. ഓക്കെ ചേട്ടാ. ഒരു പെറ്റി കേസ് മുതൽ ഒരു പട്ടി കേസ് വരെ എന്നെ വിടില്ലെന്നാ തോന്നണത്. പറയുന്നേ ആദ്യം എല്ലാവരുടെയും പ്രശ്നങ്ങളുടെ തലയിട്ടു. ആ വിവരമില്ലാത്ത ലോയർ ഭരത് അവന്റെ കൂടെ സ്റ്റേഷനിലും കോർട്ടിലും കയറി ഇറങ്ങി. ഇപ്പോ തോക്ക് വേണമെന്ന് പറഞ്ഞ് നിൽക്കുക. അടുത്തിന് എന്താ ചെയ്യാൻ പോകുന്നേ? കൊല ചെയ്യാൻ പോകണോ? ഈ നാട്ടിൽ 60% പേര് മോശപ്പെട്ടവർ തന്നെയാ. അവരെല്ലാവരെയും നീ തോക്ക് വെച്ച് വെടിവെക്കാൻ പോകണോ? എന്നോടല്ലേ സംസാരിക്കാത്തുള്ളൂ, ഫോണെടുത്ത് സംസാരിക്കേ. ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭ്രാന്താണെന്ന് തോന്നുക. വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. പുറത്ത് സംസാരിച്ചാൽ വീട്ടിൽ പോയി സംസാരിക്കാന്ന് പറയുന്നു. വീട്ടിൽ പോയി എന്റെ അമ്മ സംസാരിക്കാനേ വിടുന്നില്ല. ഒരു തോക്കുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും ശരിയാവും. ഇവന്മാരെന്താ കള്ളന്മാരെ നോക്കണത്? മോന്തേക്കും മുന്നിട്ടല്ലേടാ. ഇതൊക്കെ ഈ കാര്യം ഒരാളും അറിയാൻ പാടില്ല. ഒരാളത്തിന് ഇടപെടി മുഴുവൻ ക്യാമറയും വെച്ചിട്ടുണ്ട്. സർ, ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ വീണ്ടും എന്തിനാ വിളിക്കുന്നേ? എന്തിനാ കോളിന്റെ മേലെ വിളിച്ചോണ്ടിരിക്കുന്നേ? മാഡം, ഒരു ചെറിയ എമർജൻസി. എന്താ? ഭുവനയുടെ കേസില് നമ്മുടെ അടുത്തുള്ള സാക്ഷി വളരെ വീക്കാണ്. ആ ഗാർമെന്റ്സിന്റെ ആൾക്കാര് കാലിൽ വന്ന് വീഴുക. കേസ് പിൻവലിക്കാനാ പറയുന്നത്. എത്ര ലക്ഷം വേണമെങ്കിലും തരാമെന്നാ പറയുന്നത് മാഡം. നിങ്ങൾ ലോയർ ആണോ അതോ ബ്രോക്കർ ആണോ? മാഡം ഫോൺ വെക്ക്. എന്താടാ നീയൊക്കെ കണ്ടന്റ് എന്നല്ലേ പറയുന്നേ? ഇപ്പൊ കാണിച്ചേരാ, നോക്ക്. എന്താടാ ഇതുവരെ 10 പേരെ കണ്ടിട്ടുള്ളൂ? സാർ, അപ്ലോഡ് ചെയ്ത് 1 മിനിറ്റ് പോലും ആയില്ല സാർ. ഇത് 10 ലക്ഷം ആകും, 10 മില്യൺ കൂടി ആവും. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്കൂൾ ടീച്ചറായ ഭാരതി ഗൺ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തത് സമൂഹത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് LP സ്കൂൾ അധ്യാപികയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതി. അവര് പറയുന്ന ഇത്രയും ടിവി കാണുന്നത് അവർക്ക് ഭയമുണ്ടെന്നാണ്. സമീപകാലത്ത് ആവർത്തിച്ചു വരുന്ന ഇത്തരം ബലാത്സംഗങ്ങൾക്കൊടുവിലാണ് അധ്യാപിക ഇത്തരം ഒരു തീരുമാനമെടുത്തത്. ഇതൊക്കെ ഒരു വലിയ കാര്യമാണ് വിളിച്ച് ടോർച്ചർ ചെയ്യണോ? ഫോൺ വെക്കടാ. ചെറിയ കുട്ടിയെന്നോ വലിയ കുട്ടിയെന്നോ വ്യത്യാസമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ബലാത്സംഗങ്ങൾക്ക് ഇതാണ് പ്രതിവിധി എന്നാണ് ഭാരതി പറയുന്നത്. സ്കൂൾ അധ്യാപികയായ ഭാരതി ഒരു സോഷ്യൽ വർക്കറും ബലാത്സംഗത്തിനിരയായ പെൺകുട്ടികൾക്ക് അഭയം കൊടുക്കുന്നവളുമാണ് ഭാരതി എന്ന് നമ്മൾക്ക് ഒരു അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇവർ ഇതിനു മുമ്പും ഒരുപാട് പോരാട്ടങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു സ്കൂൾ അധ്യാപികയുടെ ജീവന് എന്താണ് ഉറപ്പുള്ളത്? ഒരുപക്ഷെ ഇവർ അവരുടെ ചെറുപ്പകാലത്ത് ബലാത്സംഗത്തിനിരപ്പെട്ട പെൺകുട്ടിയാണെന്ന് സംശയമുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു തുടങ്ങിയിരിക്കുകയാണ്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗൺ ലൈസൻസ് കൊടുക്കുക എന്ന് പറയുന്നത് നിയമപരമായി തെറ്റാണ്. ഗൺ ലൈസൻസിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. തെരുവ് ക്ലീൻ ആക്കുന്നത് എന്റെ ജോലി. ആ മേഡം എന്താ ക്ലീൻ ആക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ മൈക്കും പിടിച്ചോണ്ട് വരാനായിട്ട്? ടീച്ചർ എന്തുകൊണ്ട് ഗൺ ലൈസൻസ് ചോദിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷെ ശരിയാണോ തെറ്റാണെന്ന് ഞാൻ എങ്ങനെയാ പറയാ? ഭാരതി ടീച്ചർക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ? ഈ നാട്ടിൽ ആർക്കും ഒരു സുരക്ഷയില്ല സാറേ. കുറച്ചു നാളുകൾക്ക് മുമ്പ് സ്കൂളിലൊരു കുട്ടി ടീച്ചറിനെ കത്തിയോണ്ട് കുത്തി. അതുകൊണ്ടായിരിക്കും ലൈസൻസ് ചോദിക്കണേന്ന് തോന്നുന്നു. ഗൺ ലൈസൻസോ? ഞാൻ ഇതുവരെ ഡ്രൈവിംഗ് ലൈസൻസ് പോലും എടുത്തിട്ടില്ല. ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യം സാറേ, വെറുതെ പബ്ലിസിറ്റിക്ക് ചെയ്യുന്നതാ. നിന്റെ പ്രവൃത്തിയോട് എത്ര പേരാ നിൽക്കുന്നതെന്ന് കണ്ടില്ലേ? എന്റെ എല്ലാ സമാധാനവും പോയി. ഭാരതി വന്നടാ. നിങ്ങൾ എന്തിനാ ഗൺ ലൈസൻസ് അപ്ലൈ ചെയ്തത്? എന്റെ കുട്ടി എനിക്ക് നോക്കാൻ അറിയാം. മേഡം ഈ കാര്യങ്ങൾക്ക് കുട്ടിഴിക്കാം. മറുപടി തരൂ ഞങ്ങൾക്ക്. ഗൺ ലൈസൻസ് നിങ്ങളെ രക്ഷിക്കാനാണോ അതോ പ്രതികാരം ചെയ്യാനാണോ? തോക്ക് സംസ്കാരം ഇല്ലാതാക്കേണ്ട സമയത്ത്
സ്കൂൾ അധ്യാപികയായി നിങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്യാമോ മാഡം? ഓരോ വർഷവും തോക്കൊണ്ടുള്ള കൊലപാതകങ്ങളെ കൂടിക്കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ അനുകൂലിച്ചിരിക്കാൻ പോകണം. ഫോറിൻ കൾച്ചർ ഇവിടെ കൊണ്ടുവരാനാണോ നിങ്ങളുടെ പ്ലാൻ? ഗൺ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ മാത്രം എന്താ പ്രശ്നമുള്ളത് മാഡം? കുട്ടികളെ പീഡിപ്പിക്കുന്നത് അധികമായിരിക്കുകയാണെന്ന് കരുതുന്നുണ്ടോ? ഈ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഇല്ലെന്നാണോ? ഭാരതി മാഡം, നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ഹലോ, റോങ് എക്സാമ്പിളോ? നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരാൻ പറ്റില്ല. ലൈസൻസിന് അപ്ലൈ ചെയ്തതിന് പിന്നിൽ പബ്ലിസിറ്റി ആണോ ഉദ്ദേശം? മിണ്ടാതിരിക്കാനോ? അപ്പൊ ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ലേ? ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങളുടെ അവകാശം. പ്രസിനെ ബഹുമാനിക്കാൻ അറിയില്ലേ? നിങ്ങളൊക്കെ പഠിപ്പും വിവരമുള്ളവരല്ലേ? ഭാരതി മാഡത്തിന് എന്തെങ്കിലും ആപത്തുണ്ടോ? ആപത്തുണ്ട്. നിങ്ങൾ കാരണം അത് ഒരു ന്യൂസിന് വേണ്ടി തുരത്തി ഡയാനയെ കൊന്ന ആൾക്കാരാ നിങ്ങൾ. അത് ആക്സിഡന്റ് ആണ് സർ. ചോദ്യം ചോദിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ് സർ. ഉത്തരം പറയേണ്ടുന്നത് ഞങ്ങളുടെ ആവശ്യമാണ്. സർ, നിങ്ങളുടെ മകൾ ഭാരതി നിങ്ങളോട് വർഷങ്ങളായി സംസാരിക്കുന്നില്ലെന്നാണല്ലോ കേൾക്കുന്നത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എന്റെ മോള് തോക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനെപ്പറ്റി മാത്രമേ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കാവൂ. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാതെ. മനസ്സിലായ? ഭാരതി പേടിയാവുന്നുണ്ട്. ഭാരതി പേടിയാവുന്നു. ഭാരതി പേടിയാവുന്നുണ്ട്. പേടിയാവുന്നുണ്ട്. ഭാരതി പേടിയാവുന്നു. പേടിയാവുന്നു. പതിയെ പോ ഭാരതി, പതിയെ പോ. പറയുന്ന കേക്ക്. പതിയെ പോ. ശരി, പതിയെ 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 പോ. ഓക്കേ. ഭാരതി, ഭാരതി പേടിയാവുന്നുണ്ടടി. ഭാരതി, ഭാരതി. ഏയ്, വണ്ടി നിർത്തി ഇറങ്ങ് ചേച്ചി, ഇറങ്ങ്. ഡേ, എന്തിനാ അവളെ എന്നും പേടിപ്പിക്കുന്ന എങ്ങനെ? ഇനി മുതൽ രണ്ടുപേര് സൈക്കിളിൽ പോവാണെങ്കിൽ പോയാ മതി, അല്ലെങ്കിൽ അവളെ കൂട്ടിട്ട് പോവണ്ട. അച്ഛനില്ലാത്ത ഒരു കുട്ടിയാണെന്നുള്ള വല്ല ബോധമുണ്ടോ നിനക്ക്? നിനക്കെല്ലാം എന്തെങ്കിലും പറ്റിയ നിന്നെ കെട്ടാൻ ആരാ വരിക? എപ്പോ നോക്കിയാലും ഭാരതി ഭാരതി എന്ന് പറഞ്ഞ പുറകെ കടന്നാ മതി. സോറിഡി ഭാരതി, സോറിഡി, സോറിഡി. ഇത് പിടിക്ക്. ഇവിടെ ഇവിടെ. കയ്യും വെച്ച് അനങ്ങാതിരുന്നൂടെ നിനക്ക്? നീ തല തെറിച്ച് പോണതും പോരാഞ്ഞ് അവളെ അങ്ങനെയാക്കാൻ നോക്കുകയാണോ? ആമ്പിള്ളേരെ പോലെ വടി വെച്ച് കളിക്കുന്നവള്. എന്തെങ്കിലും പറഞ്ഞാ ദേഷ്യം വന്നാ മതിയല്ലോ. നീ എന്തോന്നറി നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? പോയി പാത്രം കഴുകാൻ നോക്ക്. എന്താടാ കേക്ക് അടിച്ച് ശരിയാക്ക്. നിനക്ക് വിചാരം എന്താ? ഇങ്ങോട്ട് വാ. കൊല്ലു നിനക്ക്. സംഗീതമായി കലർന്നു നീ, ദൈവമായി മാറി നീ,
വേണ്ട, ഒന്ന് കുഴിച്ചിടുന്നില്ലേ? നീ ഇങ്ങനെ ചെയ്താ നിഴലും നീ തുണയും നീ എൻ സ്നേഹം നീ തോഴി നീ. പേടിയൊന്നുണ്ട് ഭാരതി. ചേച്ചി ഞാൻ വന്നു. ചേച്ചി എഴുന്നേക്ക്. ചേച്ചി ചേച്ചി എഴുന്നേക്ക്. ചേച്ചി ചേച്ചി എഴുന്നേക്ക്. ചേച്ചി വേദനിക്കുന്നു. ചേച്ചി ചേച്ചി എന്നെ നോക്ക്. ചേച്ചി എന്നെ നോക്ക്. ചേച്ചി ഞാൻ വന്നു. ചേച്ചി നമുക്ക് പോവാം. ചേച്ചി ഞാൻ വന്നു. പോവാം. ചേച്ചി ചേച്ചി നമുക്ക് പോവാം. ചേച്ചി അവനെ കൊന്നു കളയണം ഭാരതി. അവനെ കൊന്നു കളയണം. ഉറപ്പായിട്ടും ചേച്ചി അവനെ വിടത്തില്ല. ചേച്ചി ഞാൻ വരില്ല. ചേച്ചി ഞാൻ വരുന്നില്ല. ചേച്ചി വാ പോവാം നമുക്ക്. ചേച്ചി വാ. അവരൊക്കെ ചോദിച്ച എന്താ പറയാ? വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ചേച്ചി 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 വാ പറയേ. ചേച്ചി വാ. ചേച്ചി വാ പോവാം നമുക്ക്. ചേച്ചി വാ. ചേച്ചി ഭാരതി പതുക്കെ. ചേച്ചി ഭാരതി വേണ്ട, വേദനിക്കുന്നു. പെങ്ങളെ, ഒരേ ഒരു ഒപ്പിട്ട് തന്നാൽ മാത്രം മതി. അവന്റെ ജീവിതത്തിൽ ഒരു ഒറ്റ പെണ്ണിനെ തൊടാത്ത മാതിരി നമുക്ക് ചെയ്യാം. അവന് ശിക്ഷ കിട്ടിയാലും അവനാണല്ലേ ഭാരതി. ഇവിടെ ആരും അവനെ തെറ്റുകാരെന്ന് പറയില്ല. എന്നെയാണ് എല്ലാരും കുറ്റം പറയാ. നീ എന്തിനാ ആവശ്യമില്ലാതെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? കന്യാകത്വം എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമല്ല. ഇതെല്ലാം സംസാരിക്കാൻ കൊള്ളാം ചേട്ടാ. അനുഭവിക്കുമ്പോഴേ ജീവൻ പോകുന്ന വേദന അറിയൂ. ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. എവിടെ പോവാനാ? ഇതല്ല ചേച്ചിയുടെ വീട്. ഇതാ ചേച്ചിയുടെ വീട്. ഇത് വിട്ടിട്ട് ചേച്ചി എന്തിനു പോണം? നിനക്ക് മനസ്സിലാവില്ല ഭാരതി. നിന്റെ പ്രായത്തില് നിനക്കിത് ഇങ്ങനെയാ തോന്നാ. പക്ഷെ എന്റെ സ്ഥാനത്ത് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. കണ്ണാടിയിൽ നോക്കുമ്പോ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. ചേച്ചി ഇങ്ങനൊന്നും പറയാതെ. ശരീരമാണ് അഴുക്കായത്. ചേച്ചിയുടെ മനസ്സിപ്പോഴും ശുദ്ധ. അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ഇനിയൊന്നുമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്കല്ലേ മനസ്സിലാവാത്തത്? എനിക്ക് ഇനിയൊരു മകളുണ്ട്. ഇപ്പൊ ഇന്ദ്രയുടെ കാര്യം പറഞ്ഞു പോലീസും കോർട്ടെന്ന് പറഞ്ഞ് അലിഞ്ഞോണ്ടിരുന്ന അവളുടെ അനിയത്തിയുടെ ജീവിതം എന്താവും ചേട്ടാ? ഞങ്ങളിവിടെ നിന്ന് പൊക്കോളാം. ഞങ്ങളെ വെറുതെ വിട്ടാ മതി. പെങ്ങളെ എഴുന്നേക്ക്.
എഴുന്നേക്കാനല്ലേ പറഞ്ഞേ? പറയുന്ന കണ്ടില്ലേ? തകർന്നു കിടക്കുന്ന എന്റെ മോളെ എങ്ങനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല. അവൾക്കെതിരെ ഒരു തീരുമാനം എടുക്കില്ലെന്ന് എനിക്ക് സത്യം ചെയ്യ. എന്നോട് സത്യം ചെയ്യ ചേട്ടാ, സത്യം ചെയ്യട്ടാ. ഇങ്ങനെയൊക്കെ സംസാരിച്ച അത്ര ഉള്ളു കേട്ടോ. എനിക്ക് അച്ഛനെ വിളിച്ചോണ്ട് വരാം. അച്ഛാ വാ അച്ഛാ, ചേച്ചി എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുക. അമ്മായി നിങ്ങളൊന്ന് പറ, ആ നാറി വെറുതെ വിടാൻ പാടില്ല. അച്ഛാ വാ അച്ഛാ. പച്ച ഓർമ്മകളെ പോയവളെ ഞങ്ങളുടെ മനസ്സുകളിൽ ചേച്ചി നോക്ക് ചേച്ചി, ചേച്ചി നോക്ക് ചേച്ചി. തീരാത്ത വേദനയിൽ കണ്ണീരിൽ നനഞ്ഞില്ലേ, എന്തു തെറ്റു ചെയ്തു നീ ഈ ഗതി വന്നിടാ. ചോദിക്കാനായി ആരുമില്ല, ചോദ്യവും ബാക്കിയില്ല, ചാഞ്ഞിടാൻ തോളുമില്ല, എങ്ങു പോയി തങ്കമിനിയും. ചാഞ്ഞിടാൻ തോളുമില്ല, എങ്ങു പോയി തങ്കമിനിയും. അവര് പോയി അച്ഛാ, ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അവര് പോയി അച്ഛാ. അച്ഛൻ എന്താ ഒന്നും ചെയ്യാനേ? ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെന്തിനാ അച്ഛനെ ഈ യൂണിഫോം? തെറ്റ് ചെയ്തവൻ സന്തോഷത്തോടെ ജീവനോട് ഇരിക്കുന്നു. നിങ്ങളെ കൊണ്ട് അവൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റില്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലാ ഈ യൂണിഫോം ഇട്ടേക്കുന്നേ? നിനക്കത് മനസ്സിലാവത്തില്ല. ഞാൻ അവർക്ക് സത്യം ചെയ്തു കൊടുത്തിരുന്നു ഭാരതി. നിങ്ങൾ ചെയ്ത സത്യത്തിന് ജീവനുണ്ടോ? ഇന്ദ്ര ചേച്ചിക്ക് ജീവനുണ്ടായിരുന്നു. ചേച്ചി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല. മരിച്ചുപോയി അച്ഛാ, മരിച്ചുപോയി. കൊന്നതാ നിങ്ങളാ ഇന്ദ്ര ചേച്ചിയെ കൊന്നത്. അങ്ങനെ പറയാതെ മോളെ, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും? നിയമത്തിന് സാക്ഷി പ്രധാനം. അച്ഛവാ അച്ഛവാ, ഞാൻ സാക്ഷി പറയാം. അവരെന്നെ കൂടെ അങ്ങനെ ചെയ്യാൻ നോക്കിയില്ലേ? ഞാനും കേസ് തരാം. അച്ഛൻ കേസിട്. ഇല്ല, നോർമൽ ഡെത്ത് എന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കഴിഞ്ഞു. വാങ്ങിയല്ലേ? അച്ഛനാ അങ്ങനെ വാങ്ങിയത്. വേറെ വഴിയില്ല മോളെ. എന്ത് വഴിയില്ല? ഒരു കൊല തടുക്കാൻ പറ്റിയില്ല, കൊലക്കാരനെ ശിക്ഷിക്കാൻ പറ്റിയില്ല. നിങ്ങളൊക്കെ എന്ത് പോലീസാ? ഈ തോക്കൊക്കെ നിങ്ങൾക്ക് എന്തിനാ? നിങ്ങൾ പോലീസല്ല, എന്റെ അച്ഛൻ തന്നെയല്ല. സംസാരിക്കാതെ സംസാരിക്കാതെ ഇനി ഞാൻ ചാവുന്ന വരെ എന്റെ അടുത്ത് സംസാരിച്ചു പോയേക്കരുത്. സംസാരിക്കരുത്. ഭാരതി, ഭാരതി, ഭാരതി മോളെ, ഭാരതി. മിസ്സസ് ഭാരതി, സബ് ഇൻസ്പെക്ടർ തിരുനാവൂരുടെ മോളല്ലേ? ഐ നോ യുവർ ഫാദർ. വി ആർ എസ് എടുത്തെന്നാ തോന്നുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ഹിം. മൈ വെരി ഫസ്റ്റ് പോസ്റ്റിംഗ്. എൻ്റെ ട്രെയിനിങ് പീരീഡിൽ ഐ വാസ് പോസ്റ്റഡ് ആസ് എ SHO തൻ്റെ അച്ഛൻ്റെ സ്റ്റേഷനിലാണ്. വെരി ഹോണസ്റ്റ് മാൻ, നല്ല പോലീസ് ഓഫീസർ. ബട്ട്
16 വർഷമായിട്ട് അച്ഛനോട് സംസാരിക്കാറില്ല അല്ലേ? അത്രയ്ക്ക് മാത്രം ദേഷ്യമുണ്ടോ? സി മിസ്സസ് ഭാരതി, ഗൺ ലൈസൻസ് അപ്ലൈ ചെയ്യുന്നതിന് 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടവയാണ്. ഒന്ന്, അവരുടെ മേൽ ലൈഫ് ത്രെറ്റ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, അവരുടെ മേൽ ഒരു ക്രിമിനൽ റെക്കോർഡ്സും ഉണ്ടായിരിക്കാൻ പാടില്ല. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മേൽ ക്രിമിനൽ റെക്കോർഡ്സ് ഇല്ല. എന്നിരുന്നാലും സൊസൈറ്റിയിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സി, നിങ്ങളെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും രക്ഷിക്കുമെന്ന് നിങ്ങൾ കരുതുന്ന ആ ആയുധം ഒരു ദിവസം നിങ്ങൾക്ക് എതിരെയും വരാം. വെരി സോറി ഭാരതി. ഒരു ഗണ്ണ് ഹാൻഡിൽ ചെയ്യുന്നവർക്ക് പ്രധാനമായും വേണ്ടത് തന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. സോ ഐ ആം റിജക്റ്റിംഗ് യുവർ ആപ്ലിക്കേഷൻ. അതിന് പ്രധാനപ്പെട്ട കാരണം തന്നെ നിങ്ങളുടെ ദേഷ്യമാണ്. സ്റ്റേഷനിൽ FIR ഇട്ടായിരുന്നു. അക്യൂസിനെ പിടിച്ചില്ലെന്ന് വിചാരിച്ച് വിശ്വാസം വിടണ്ട. ഈ കേസ് നമുക്ക് കോർട്ടിൽ കൊണ്ടുപോവാം. പോവാലോ? കോർട്ടിൽ തന്നെയല്ലേ? ഉറപ്പായിട്ടും പോവാലോ. ഒരു ഡിലേഡ് FIR-ഉം ഇങ്ങനെയുള്ള കേസിനൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതും ഈ വൃത്തികെട്ടവന് അനുകൂലമായിട്ടേ വരത്തുള്ളൂ. അനുകൂലമായല്ലോ ടീച്ചർ. നിന്നെയൊക്കെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നേ? ഒരു സ്റ്റെപ്പെങ്ങാനും മുന്നോട്ട് വച്ച അറുത്തെറിയ ഞാൻ. ആണാടി ഞാൻ. തക്കം കിട്ടിയാ മുട്ടി നോക്കുക തന്നെ ചെയ്യും. എനിക്ക് ചെറുതാണ് വലുതാണ് എന്നൊന്നും വ്യത്യാസമില്ല. എല്ലാ ശരീരവും ഒരുപോലെയാ. നിന്നെ കാണുമ്പോഴും എനിക്കങ്ങ് മൂട് കേറി വരുവാ. ഒരു കൈ നോക്കിയാലോടി. വീണ്ടും കോർട്ട് കേസ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും മൂവ് ചെയ്താ ഈ പെണ്ണുങ്ങള് 2 പേരും തുണിയില്ലാതെ റോഡിൽ കിടക്കും. ഒരു പെണ്ണടി നീ. വായും പൊത്തി ചുമ്മാതിരിക്കണം. ഓടി. ഒരു പെണ്ണടി നീ. വായും പൊത്തി ചുമ്മാതിരിക്കണം. കുടിക്കടാ. ചേച്ചി, പൊതു താല്പര്യ ഹർജി അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ചേച്ചി. നിങ്ങൾ അത്ര സിമ്പിൾ ആയിട്ട് ഇത് ചോദിക്കുന്നത്. സീരിയസ്നെസ് മനസ്സിലാക്കാതെ എന്നോട് കോഫി കുടിക്കാൻ പറയുന്നു. പോലീസ് എൻക്വയറി ചെയ്ത് ഗൺ ലൈസൻസിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് കേസ് കോർട്ടിൽ മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതിനൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത പ്രൊസീജിയറുകളുണ്ട്. എന്ത് പ്രൊസീജിയർ ആണോ അത് നോക്കിക്കോ. നമുക്കൊന്നും ഇത് ഒരു സീനിയർ ലോയറിനെ കൊണ്ട് മാത്രമേ ഈ കേസ് മൂവ് ചെയ്യാൻ സാധിക്കൂ. മനസ്സിലാവുന്നുണ്ടോ ചേച്ചി? ഒരുപാട് വർഷം നീ ജൂനിയർ അല്ലേ? ഈ കേസിൽ നീ സീനിയർ ആവ്. അയ്യോ, നിങ്ങൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഭാരത്, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നമ്മളെ കൊണ്ടൊരു കാര്യം പറ്റത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കരുത്. പറ്റുവാണെങ്കിൽ അതിനെക്കുറിച്ചും ആലോചിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? സമയമില്ല. PIL പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ നോക്ക്. ബൈ. ഹലോ ഭാരത്. ചേച്ചി എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛാ. ഇത് നിന്റെ കോഫിയല്ലേ? ഇത് വാശിയല്ലടാ, ആവേശം. നിനക്ക് പേടിയാവുന്നുണ്ടാ? അങ്ങനാണെങ്കിൽ അവളടുത്ത് എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞു വിട്ടാരെ. അവള് നോക്കിക്കോളും. നിങ്ങൾ ഇങ്ങനെയാണോ പറയുന്നത് അച്ഛാ? ഭാരതി രണ്ടും കൽപ്പിച്ചത് ഉടയ്ക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു. നീ കൂടെ വേണമെന്ന് ആവശ്യമൊന്നുമില്ല. സഹായമായിട്ടിരിക്കെ. ദേ ഈ കോഫിയുടെ ബില്ല് കൊടുത്തേരെ. ബ്രോ, ഭാരതി ടീച്ചർ ഗൺ ലൈസൻസിന് അപ്ലൈ ചെയ്തത് എങ്ങനെയാണോ ഹൈപ്പായത് അതിനേക്കാളും വൈറലാകാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. ആ കണ്ടന്റ് എങ്ങാനും ഇപ്പൊ അപ്ലോഡ് ചെയ്താ എല്ലാ ചാനലും ഇപ്പൊ തകർന്നു പോകും. ഭാരതി, ഒരിക്കൽ കൂടെ നന്നായി ഒന്ന് ആലോചിച്ചു നോക്ക്. ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ടീച്ചറിന്റെ ജോലി വേണ്ടെന്ന് വെക്കണോ? ഫ്യൂച്ചർ വളരെ പ്രധാനമല്ലേ? നിങ്ങളാരാ?
ഭാരതിജി. നിങ്ങള്? ഞാനാണ് ദേവി. ദേവി. കയ്യിലെന്താ? തൃശൂലം. അത് വെച്ച് എന്താ ചെയ്യാൻ പോന്നേ? ആരൊക്കെ തെറ്റ് ചെയ്യുന്നുവോ അവരെ ഇത് വെച്ച് കുത്താൻ വേണ്ടിട്ടാ. ഓ, സാറാരാ? സുഭാഷ് ചന്ദ്രബോസ്. ഇതെന്താ? ഗൺ. അല്ലല്ല, മിഷൻ ഗൺ. ആ, നിങ്ങള്? ശിവൻ. നിങ്ങൾ? ഞാനാണ് റാമർ. നിങ്ങള്? ഞാൻ വേലുനാച്ചിയാർ. സൂപ്പർ. എല്ലാരും കോമ്പറ്റീഷനിൽ വിൻ ചെയ്തതിന് കൺഗ്രാറ്റ്സ്. താങ്ക് യു ടീച്ചർ. ബൈ. ടീച്ചർ, എവിടേക്കാ പോകുന്നേ ടീച്ചർ? ആ ഹലോ ചേച്ചി, നമ്മുടെ PIL കേസ് നമ്പറിംഗ് ആയിട്ടുണ്ട്. രജിസ്റ്റർ കോർട്ടിൽ അലോട്ട് ചെയ്തിട്ടുണ്ട്. ഗീതാ കൈലാസം മേഡമാണ് ജഡ്ജ്. ശരി ചേച്ചി, ഞാൻ നോക്കിക്കോളാം. കണ്ടന്റ് വാരിക്കൊരു തരുവാണല്ലോ. ഭാരതി ഗൺ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന കേസ് ഇന്ന് ചെന്നൈ ഹൈക്കോടതിയിൽ വാദത്തിന് വേണ്ടി എടുത്തിരിക്കുകയാണ്. സംസ്ഥാനത്തെമ്പാടുമുള്ള നിരവധി പേരാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. ഈ കേസ് ജസ്റ്റിസ് ഗീതാ കൈലാസത്തിന്റെ മുമ്പാകെ ഈ വരുന്ന 14-ാം തീയതി വിചാരണ ചെയ്യപ്പെടുന്നതാണ്. സംസ്ഥാനത്ത് ഇടയ്ക്കിടയ്ക്ക് നടന്നു വരുന്ന ബലാത്സംഗ കേസുകളിൽ ഇവർ നിരവധി തവണ ശിക്ഷ വിധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതുകൊണ്ടാണ് ഈ കേസ് ഇവർ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. 18 വയസ്സിന് മേലെ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ഗൺ ലൈസൻസ് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാരത് തുടങ്ങി വെച്ച ഈ കേസ് വളരെ സാമൂഹ്യ ചർച്ച നേരിടുന്നതാണ്. തനിക്ക് ഗൺ ലൈസൻസ് നിഷേധിച്ചതിനെ തുടർന്ന് സ്കൂൾ അധ്യാപികയായ ഭാരതി കോടതി കേസുമായി മുമ്പോട്ട് പോയി അത് നടപ്പിലാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഈ കേസ് പൊതുജനങ്ങൾക്കിടയിൽ ഒരു വലിയ രീതിയിലുള്ള ചർച്ചയാകുമെന്നാണ് എല്ലാവരും കരുതുന്നത്. പറയൂ സാർ. ഇപ്പോഴാണ് സാർ ന്യൂസ് കണ്ടേ, ഭാരതി കോർട്ടിലെ കേസ് കൊടുക്കാൻ പോകുന്ന കേട്ടു. എനിക്കും അത് ന്യൂസായിട്ടേ അറിയത്തുള്ളൂ. പക്ഷെ അവള് വിചാരിച്ച ചെയ്തിരിക്കും, അതെനിക്ക് കൺഫേം ആയിട്ട് അറിയാം. ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ സാർ? ന്യായമായിട്ടുള്ള ഒരു കാര്യം, അത് പോരാടി തന്നെയല്ലേ ജയിക്കേണ്ടത് സാർ. ഞാൻ എന്താ പറയേണ്ടെന്ന് അറിയില്ല സാർ. ശരി, വിട്ടേക്ക്. ഞാൻ നിങ്ങളെപ്പോലെ ഒരു കാഴ്ചക്കാരൻ തന്നെയാ. എൻ്റെ മോള് ജയിക്കുന്നത് ഞാൻ കാഴ്ചയായിട്ട് കാണും. പോരാടുമ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളോട് സംസാരിച്ച് ജയിക്കാൻ പറ്റുമോ സാർ? ഞാൻ പിന്നീട് വിളിക്കാം. ശരി സാർ. ഒരു സ്കൂൾ ടീച്ചർ ഗൺ ലൈസൻസ് വേണമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവർ തന്നെ അത് PL കേസായിട്ട് മാറ്റുന്നു. ഈ ഗൺ ലൈസൻസ് ഒക്കെ അത്യാവശ്യമുള്ളതാണോ സാർ? എന്താ ഈ സംസാരിക്കുന്നത്? 2012 നിർഭയ എന്നൊരു പെൺകുട്ടിക്ക് ഭയങ്കര ക്രൂരമായ ബലാത്സംഗം നേരിടേണ്ടി വന്നു. അതിനുശേഷം 2016 ജനുവരിയില് കാൺപൂരിൽ വെച്ച് ഗവൺമെന്റ് തന്നെ നിർമ്മിക്കുന്നൊരു ഗണ്ണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കൊണ്ടുവന്നു. പക്ഷേ അതിനെക്കുറിച്ച് തുടർന്നുള്ള അന്വേഷണം ഇതുവരെ നടന്നിട്ടേയില്ല. ജനങ്ങൾ അത് മറന്നേ പോയി. അതിന്റെ വില 1,22,360 രൂപ. ഒരു സാധാരണയായിട്ടുള്ള സ്ത്രീ അത്രയും വില കൊടുത്ത് ആ ഗണ്ണ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പോ ഭാരതി ടീച്ചർ എന്നൊരു സ്ത്രീ ഗണ്ണ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിന് തുടർക്കഥയായിട്ട് എല്ലാ സ്ത്രീകളുടെയും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് ഒരു പബ്ലിക് കേസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾ എല്ലാവരും ചേർന്ന് നില ഇന്ന് അച്ഛന്റെ കൂടെ സ്കൂളിൽ പോ. ഭാരതി, പെൺകുട്ടികളെ പേടിക്കാൻ പാടില്ല, പക്ഷെ ഇത്രയും പേടിയില്ലായ്മ ഉണ്ടാവാൻ പാടില്ല. തെറ്റാ മോളേത്. അമ്മ, ഇതെല്ലാം തന്നെ അവളുടെ അടുത്ത് പറയുന്നേ. അവൾ ഇതൊന്നും കേൾക്കത്തില്ല. ഒരു മിനിറ്റ് മാഡം, നിങ്ങളെ പറ്റി അറിഞ്ഞിട്ട് വരെ ഞാൻ കല്യാണം കഴിച്ചത്. ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. സത്യമായിട്ട് അറിഞ്ഞില്ല. നിങ്ങൾ തോക്കൊക്കെ ചോദിക്കും, അതിനുവേണ്ടി കോടതിയിലൊക്കെ കയറി ഇറങ്ങി പോരാട്ടം നടത്തുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല മാഡം. ഇങ്ങനെ നിങ്ങളെ വഴക്കുണ്ടാക്കിയെന്ന് വെച്ച് ഞാൻ ഈ കേസ് വിഡ്രോ ചെയ്യാൻ പോകുന്നില്ല. എന്റെ ക്യാരക്ടർ മാറ്റാൻ പോകുന്നില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് എങ്ങനെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ബൈ.
പോവല്ലേ, നിനക്ക് പോയി ഡ്രോപ്പ് ചെയ്തൂടെ? അമ്മ, ഇവരെ പിക്കപ്പ് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും മാത്രമാണ് എന്റെ ജോലി. അച്ഛാ, അച്ഛൻ ഡ്രോപ്പ് ചെയ്യോ ഇല്ലെങ്കിൽ ഞാൻ മുത്തശ്ശനെ കൂട്ടിയിട്ട് സ്കൂളിൽ പോണോ? നന്നായിട്ട് വളർത്തി വെച്ചേക്കുന്ന കണ്ടില്ലേ, നന്നായിട്ട് വളർത്തി വെച്ചേക്കുന്നു. സ്കൂൾ അധ്യാപികയായ ഭാരതി ഗൺ ലൈസൻസ് അപ്ലൈ ചെയ്ത അപേക്ഷ ഗവൺമെന്റ് തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ 18 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾ പീഡനത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നത് ജനങ്ങളുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അതിനുവേണ്ടി ഹൈക്കോടതിയിൽ പോലും പൊതു താൽപര്യ ഹർജികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ചില വർഷങ്ങൾക്ക് മുൻപ് 2015 മധുരയിൽ നടന്ന ഹെൽമറ്റ് കേസിൽ ചെന്നൈ ഹൈക്കോടതിയിൽ വിചാരണ നടക്കുമ്പോൾ കോടതിക്കകത്ത് പത്രക്കാരെ അനുവദിച്ചിരുന്നു എന്നത് ചൂണ്ടിക്കാണിച്ച് ഈ കേസിലും കോടതിക്കുള്ളിൽ പത്രക്കാരെ അനുവദിക്കണം എന്ന് മാധ്യമപ്രവർത്തകരുടെ അസോസിയേഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മീഡിയക്കാർ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല. എല്ലാവരും മൊബൈൽ ഫോണൊക്കെ ഓഫ് ചെയ്യേ. കേസ് നമ്പർ 232/2023 ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് മിനിസ്ട്രി ഓഫ് ലോ. പെറ്റീഷൻ കൊടുത്ത ആളുണ്ടോ? യെസ് മൈ ലോർഡ്, ഹാജരാണ്. മിനിസ്ട്രി സൈഡിൽ നിന്ന് നിങ്ങളാണോ ഹാജരായിരിക്കുന്നത്? യെസ് മൈ ലോർഡ്. എന്താ GP സാർ, കൊടുക്കല്ലേ? നോ 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 മൈ ലോർഡ്. അപ്പോ വ്യക്തമാക്കൂ. മൈ ലോർഡ്, ആംസ് ലൈസൻസ് ആക്ട് 1959 പ്രകാരം 21 വയസ്സായ ഏതൊരു ഇന്ത്യൻ ആണും ഇന്ത്യൻ സ്ത്രീയും തൻ്റെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയും മറ്റു കാരണങ്ങൾക്ക് വേണ്ടിയും തോക്കിൻ്റെ ലൈസൻസ് വാങ്ങാൻ നിയമത്തിൽ സ്ഥാനമുണ്ട്. പക്ഷേ ഇപ്പം നടക്കുന്ന ഈ കേസ്, അതായത് 18 വയസ്സ് നിറഞ്ഞ സ്ത്രീകൾക്ക് തോക്കിൻ്റെ ലൈസൻസ് വേണമെന്ന് അഭ്യർത്ഥിക്കുന്നത് ആവശ്യമില്ലാത്ത ഒന്നാണ്. ഇവരുടെ ആവശ്യങ്ങൾ എന്താണ് മൈലോഡ്? 18 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ തോക്കിൻ്റെ ലൈസൻസ് നൽകണമെന്നാണോ? അല്ലെങ്കിൽ 18 വയസ്സ് പൂർത്തിയായ ബലാത്സംഗത്തിൽ ജീവിതം നഷ്ടപ്പെട്ട, ജീവിതം തന്നെ ഇല്ലാതെയായ സ്ത്രീകൾക്ക് തോക്കിന് ലൈസൻസ് നൽകാൻ മുൻഗണന ചെയ്യണമോ? ഇവരുടെ ആവശ്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ല മൈലോഡ്. ഭാരതി ഒരു പബ്ലിസിറ്റി അഡിക്റ്റ് ആണ്. ആദ്യം അവര് ഗൺ ലൈസൻസ് ചോദിച്ച് അപ്ലൈ ചെയ്തു. അതെന്തോ ഈ രാജ്യത്തിന്റെ പ്രധാന പ്രശ്നം പോലെയും സോഷ്യൽ മീഡിയയിലും ചാനലിലും ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെട്ടു. ഭാരതിയുടെ അപ്ലിക്കേഷൻ പോലീസ് റിജക്ട് ചെയ്തതിനു ശേഷം തന്റെ സ്വന്തം പ്രശ്നത്തെ പൊതുജനങ്ങളുടെ പ്രശ്നമാക്കി മാറ്റി കോർട്ടിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇത് കോർട്ടിനെ അപമാനിക്കുകയാണ് മൈലോഡ്. അവർക്ക് കടുത്ത ശിക്ഷയും അപരാധവും നൽകണം മൈലോഡ്. നിയമം നിലനിൽക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിനാണോ അതല്ല ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയാണോ? ഇതിലെന്താണ് സംശയമുള്ളത്? ജനങ്ങളുടെ നല്ലതിനാണ് നിയമം. പക്ഷേ നിയമങ്ങൾ ജനങ്ങളുടെ ക്ഷേമത്തിനേക്കാൾ ജനങ്ങളെ അടിച്ചമർത്താനാണ് നിയമം കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. മൈലോഡ്, അധികാരത്തിൽ ഇരിക്കുന്നവരെ സഹായിക്കുന്ന നിയമങ്ങളൊന്നും സാധാരണക്കാരെ സഹായിക്കുന്നില്ല മൈലോഡ്. അധികാരത്തിലുള്ളവർ തങ്ങളുടെ അധികാരത്തെ വീണ്ടും വീണ്ടും കൂട്ടാൻ വേണ്ടി ഈ നിയമത്തെ ഉപയോഗിക്കുകയാണ്. അതെ, അധികാരങ്ങളുള്ളവർക്കല്ലേ പ്രശ്നങ്ങൾ ഒരുപാടുള്ളത്. നോട്ട് ദിസ് പോയിന്റ് മൈലോഡ്. അപ്പൊ സാധാരണക്കാർക്ക് യാതൊരു ഭീഷണിയും ഇല്ലേ? അതല്ല ഉണ്ടാവാൻ പാടില്ലേ? നിയമം എല്ലാവർക്കും സമമാണെന്ന് പറയാറുണ്ട്. അധികാരത്തിലുള്ളവർക്ക് ഒരു നിയമവും അല്ലാത്തവർക്ക് മറ്റൊരു നിയമവുമാണോ? അങ്ങനെയാണെങ്കിൽ ഗൺ ലൈസൻസ് എല്ലാവർക്കും കൊടുക്കാല്ലേ? തമ്മിൽ വെടിവെച്ച് മരിക്കാനാണോ അല്ലെങ്കിൽ കൊലപാതകം ചെയ്ത് ജീവിക്കാനാണോ? ഒരു സാധാരണക്കാരൻ എന്തിനാണ് ഗൺ ലൈസൻസ്? മൈ ലോർഡ്, അമേരിക്കയിൽ നടത്തിയ ഒരു സർവേ എന്തു പറയുന്നു എന്ന് വെച്ചാൽ, വീടുകളിൽ ഉപയോഗിക്കുന്ന തോക്കുകളിലാണ് കൂടുതൽ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. ഈ കൊലപാതകങ്ങളൊക്കെ സാധാരണ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിലാണ് നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ സ്ത്രീകളുടെ കയ്യിൽ തോക്ക് കൊടുക്കുകയാണെങ്കിൽ നാളെ ഭർത്താക്കന്മാരെ കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പ്? ഒരു പെണ്ണൊരാണിനെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ ഒരു നേരത്തെ ആഹാരമേ മതിയാകും. തോക്കിന്റെ ആവശ്യമില്ലല്ലോ. ഇൻഫാക്ട് ദൈനംദിന ജീവിതത്തിൽ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ആയുധത്തെക്കാൾ സ്ത്രീകളാണ് ഇന്ന് അധികവും ആയുധം ഉപയോഗിക്കുന്നത്. മൈലോഡ്, താങ്കൾ ഒരു പെണ്ണിന്റെ കാഴ്ചപ്പാടിലാണ് സംസാരിക്കുന്നത്. തോക്കിന്റെ ലൈസൻസ് നിയമത്തിൽ ആണെന്നും പെണ്ണെന്നും വേർപെടുത്തിയിട്ടില്ല. വേർപെടുത്തണം മൈലോഡ്. അതിനുവേണ്ടിയാണല്ലോ ഈ കേസ് തന്നെ. ആർട്ടിക്കിൾ 14 പ്രകാരം നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. പക്ഷേ സ്ത്രീകൾക്ക് സുരക്ഷാ ഭീഷണി ഉള്ളപ്പോൾ ഈ ചട്ടങ്ങൾ മാറ്റാമെന്ന് സബ് ക്ലോസ് 3/15 പറയുന്നുണ്ടല്ലോ. മിസ്റ്റർ ഭാരത്,
ഇവിടെ നിയമത്തിലുള്ള വകുപ്പല്ല വേണ്ടത്. കേസിന് എന്താണ് വേണ്ടത് അത് മാത്രം സംസാരിച്ചാൽ മതി. മൈ ലോർഡ്, കഴിഞ്ഞ വർഷം മാത്രം ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയായ സ്ത്രീകളുടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകൾ മാത്രം ഏകദേശം 4,78,788 ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കുറ്റങ്ങൾ ഈ കണക്കിൽ പെട്ടിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഓരോ ദിവസവും 16 പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് ഇരയാവുന്നുണ്ട്. ഒരു വർഷം അത് 6,064 മൈ ലോർഡ്. രാജ്യത്തെമ്പാടും ലൈംഗിക അതിക്രമങ്ങളും പീഡനവും കാരണം മനസ്സ് തകർന്ന് ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ എണ്ണം 3000 മൈ ലോർഡ്. ഞാൻ ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഒരു പെൺകുട്ടിയെങ്കിലും ലൈംഗിക അതിക്രമം നേരിടുന്നുണ്ട്. ഒരു പെൺകുട്ടിയെങ്കിലും പീഡനത്തിന് ഇരയാവുന്നുണ്ട്. ഒരു പെണ്ണെങ്കിലും ആത്മഹത്യക്ക് തയ്യാറാവുകയാണ്. ഇത് തടയണമോ വേണ്ടയോ? നിയമം കുറ്റവാളികളെ ശിക്ഷിക്കും. പക്ഷേ എപ്പോ? ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായതിനു ശേഷം മാത്രം. എതിർത്ത് നിൽക്കാൻ ശേഷിയില്ലാത്തവർ ബാധിക്കപ്പെട്ടതിന് ശേഷം മാത്രം. പക്ഷേ അവരുടെ സുരക്ഷ സ്വയം ഉറപ്പാക്കാൻ എന്ത് മാർഗമാണുള്ളത് മൈ ലോർഡ്? എന്തുകൊണ്ടില്ല? അതിലല്ലേ ആപ്പ് ഉള്ളത്, പെപ്പർ സ്പ്രേ ഉള്ളത്. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ കത്തി പോലെയുള്ള ആയുധങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. DGP പ്രശ്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതേ പോലീസുകാർ തന്നെ ആത്മരക്ഷാർത്ഥം ബട്ടൺ കത്തി കയ്യിൽ കരുതിയിരുന്ന ഒരു പെൺകുട്ടിയെ പിക് പോക്കറ്റുകാരിയാണെന്നും പറഞ്ഞ് തല്ലി അപമാനിച്ച ഒരു സംഭവം നടന്നല്ലോ. ഭാരത്, നിയമത്തിന് വേണ്ടത് സാക്ഷികളെയാണ്. അതുണ്ടോ? ഉണ്ട് മൈ ലോർഡ്. ദയവ് ചെയ്ത് താങ്കൾ അത് കാണണം. സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ബട്ടൺ കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിക് പോക്കറ്റ് അടിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് അടിച്ചു. ഇത് എൻക്വയറി ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കൂ. ആ SIക്ക് സമ്മൻ അയക്കൂ. മൈ ലോർഡ്, ഇവര് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ? 1000-ലും കൂടുതൽ പേര് പറഞ്ഞിട്ടുണ്ട് മൈ ലോർഡ്. റെക്കോർഡ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ശബ്ദം മാത്രമല്ല, ഒരിക്കലും റെക്കോർഡ് ചെയ്യാൻ കഴിയാത്ത സ്ത്രീകളുടെ ശബ്ദവും അവരുടെ വേദനകളും തെളിവുകളാക്കി ഞാൻ താങ്കൾക്ക് സമർപ്പിക്കുകയാണ് മൈ ലോർഡ്. മൈ ലോർഡ്, ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടിയിരുന്ന ഒരു കുട്ടിയാണ് വെള്ളാളപ്പട്ടി ഇന്ദ്ര. അവരിന്ന് ജീവനോടെ ഇല്ല. അവർ ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ അവസാനമായിട്ട് എഴുതിയ ഡയറിയാണിത്. ദയവ് ചെയ്ത് നിങ്ങളിത് വായിക്കണം മൈ ലോർഡ്. മൈ ലോർഡ്, ഇത് പൊതു താൽപര്യ കേസാണ്. ഒരു വ്യക്തിയുടെ കേസിനെ ഈ കേസിനോടൊപ്പം ചേർത്ത് വിചാരണയ്ക്ക് എടുക്കാൻ പാടില്ല. മൈ ലോർഡ്, GPക്ക് വിശാഖ കമ്മിറ്റി എങ്ങനെയാ ഉണ്ടായതെന്ന് ഓർമ്മയില്ലാന്നാ തോന്നുന്നത്. അതല്ല അതിനെപ്പറ്റി അറിയില്ലെന്നാണോ? 1997 ഒരു പൊതു താൽപര്യ ഹർജിയിൽ സമർപ്പിക്കപ്പെട്ട വ്യക്തിഗത കേസിന്റെ സാക്ഷിയും തെളിവുകളുമാണ് ഭണ്ണാര ദേവകി എന്ന സാമൂഹ്യ സേവക ലൈംഗിക അതിക്രമത്തിന് ഇരയായ കാര്യം വെളിച്ചത്ത് കൊണ്ടുവന്നത്. അതിലൂടെയാണ് ബാധിക്കപ്പെട്ട ഓരോ പെൺകുട്ടിക്കും ഇന്ന് വരെ നീതി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഡിയർ ഭാരതി, കളങ്ക ശരീരത്തിനാണെങ്കിലും മാനം എന്നൊരു വാക്ക് മനസ്സിനുള്ളിൽ അലയടിച്ചോണ്ടിരിക്കുകയാണ്. ആ മാനം എവിടെയാണുള്ളത് ഭാരതി? 2 മൃഗങ്ങളുടെ അടുത്ത് ഞാൻ പോരാടിയാ കൂടി ഒരുപക്ഷെ ഞാൻ രക്ഷപ്പെട്ടേനെ. പക്ഷെ ആ മഹാപാപി എന്റെ വേദന മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഞാൻ പെണ്ണായിട്ട് ജനിച്ചത് തെറ്റാണ് ഭാരതി, വലിയ തെറ്റാണ്. ആരും പെണ്ണായിട്ട് ജനിക്കാൻ പാടില്ല. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് നിന്റെ മകളായിട്ട് ജനിക്കണം, അല്ലെങ്കിൽ നിന്നെ പോലെ ധൈര്യശാലിയായിട്ട് ജനിക്കണം. ിൽ വെള്ളാലപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ സേവനമനുഷ്ഠിച്ചിരുന്ന തിരുനാവാക്കരസയും ഇന്ദിരയുടെ അമ്മയെയും അടുത്ത വിചാരണയ്ക്ക് ഈ കോർട്ടിൽ ഹാജരാകണമെന്ന് ഉത്തരവിടുന്നു. ഭാരതി പുറപ്പെട്ടു കഴിഞ്ഞു. അവളെ റോട്ടിൽ നിന്ന് കോരിയെടുക്കുന്നത് എനിക്ക് ന്യൂസിൽ കാണണം. ഏയ്, ആരാ നിങ്ങളൊക്കെ? ബ്രോ ചിൽ ബ്രോ. ഞങ്ങളൊന്നും ഫൈറ്റേഴ്സ് അല്ല, ടീച്ചറുടെ ഫാൻസാ. ടീച്ചർ ഒരു 5 മിനിറ്റ് സംസാരിക്കാവോ? ഒന്ന് കാണിച്ചു കൊടുത്തേ. മെയ്ഡ് ഇൻ ഇറ്റലി, സിംഗിൾ സ്റ്റേറ്റ്, 6+1 റൗണ്ട്സ് ഉണ്ട്. അയ്യോ, ടീച്ചറിന് എല്ലാം അറിയാമല്ലോടാ. നീ കാണിച്ചേ.
ടീച്ചറെ വിക്രം ബീസ്റ്റ് തുണിവ് ഇതിനൊക്കെ ഗൺ സപ്ലൈ ഞങ്ങളാ. അതൊക്കെ ഡമ്മിയാ ടീച്ചർ. ഇത് നോക്ക് ഒറിജിനല്. മെയ്ഡ് ഇൻ ജർമ്മൻ. ബ്ലാക്ക് 26 ഡബിൾ സ്റ്റേറ്റ് 10+1 റൗണ്ട്സ്. ഉയ്യോ അതെടുക്കടാ. ലോക്ക് ഇവനൊരു കില്ലാടിയാ. നല്ല തേറിച്ച് നിൽക്കും. ചോട പടയെന്ന കാര്യം തീർക്കാം. ഇതെല്ലാം പോയിട്ട് ആ ജഡ്ജ് ആന്റിയുടെ അടുത്ത് ചോദിക്കുവാണല്ലോ. എങ്ങനെ തരാനാ? ഞങ്ങളുടെ കയ്യിലുള്ള ഏതാ വേണ്ട എടുക്ക്, ചോദിച്ചോളൂ. മാഡം കാശില്ലേ? EMI ഓഫറും ഉണ്ട്. എനിക്ക് വേണ്ടത് തോക്കല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നന്ദി. തോക്കും വേണ്ടെന്ന് പറഞ്ഞു. ഒരു സെൽഫി എടുക്കട്ടെ മാഡം? ചേട്ടാ എനിക്ക് തോന്നുന്നു ടീച്ചറിന് AK-47 വേണ്ടതെന്ന്. ഗുഡ് മോർണിംഗ് മാം. ലൈവ് കണ്ടിരുന്നോ മാഡം? ഇപ്പൊ കണ്ടതേ ഉള്ളൂ. CSK അത്ര സ്കോർ ഒന്നും അടിച്ചില്ലല്ലോ. ക്രിക്കറ്റ് അല്ല മാഡം, ലൈവ് കോഡ്. ലൈവ് ക്രിക്കറ്റ് അറിയാം, ലൈവ് കോട്ടോ? ഓ, അതിനുള്ളിൽ നീ കൈക്കൂലി വാങ്ങിയോ? മാഡം ഇത് സമൻസ് ആണ്. സമൻസോ? ഫോട്ടോയിൽ കയറാൻ. ഭാരതി എന്താ മോളെ ഈ മുറിവ്? എന്താ സംഭവിച്ചേ? ഒന്നുമില്ലമ്മേ. മോനെ എന്തൊരു മുറിവാണെന്ന് നോക്കിയേ. ഒന്നുമില്ല മോളെ, ചെറിയ മുറിവാ. രാവിലെ ശരിയാവും. നീ പോയിട്ട് ഫ്രഷ് ആവ് അമ്മേ. വാ. എന്ത് നടക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് നിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിയോ? ഇപ്പൊ അത് തന്നെ സംഭവിച്ചു. ഏതോ ആക്സിഡന്റ് ആയ പോലും തോന്നില്ല. ആരോ എന്റെ മോളെ പേടിപ്പിക്കാൻ നോക്കിയതാ. കണ്ടുപിടിക്കാം. കേസ് നമ്പർ 232/2023 ഭാരതി വെസസ് സ്റ്റേറ്റ് മിനിസ്ട്രി ഓഫ് ലോ. ഭാരത്, സാക്ഷികൾ വന്നിട്ടുണ്ടോ? യെസ് മൈ ലോർഡ്. രാജേശ്വരി, രാജേശ്വരി, രാജേശ്വരി. അതെ, താങ്കളുടെ പേരെന്താണ്? രാജേശ്വരി. ഒന്ന് ഒച്ചയിൽ സംസാരിക്കോ, എല്ലാവർക്കും കേൾക്കണ്ടേ? ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ പേര് രാജേശ്വരി അല്ലേ? നിങ്ങളുടെ മോളെ റേപ്പ് ചെയ്തതല്ലേ? ഒബ്ജെക്ഷൻ മൈ ലോർഡ്. ബഹുമാനപ്പെട്ട GP തെറ്റായ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളല്ലേ? പഠിക്കാത്തവർക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞല്ലേ പറ്റൂ. GP സാർ, നിങ്ങൾക്ക് കുറച്ച് സംസ്കാരമുള്ള വാക്കുകൾ ഉപയോഗിക്കാമല്ലോ. ഓക്കെ മൈ ലോർഡ്. നിങ്ങളുടെ മോൾ എങ്ങനെയാ മരിച്ചത്? അവള് എന്റെ മോള് സുഖമില്ലാതെ മരിച്ചതാ. നിങ്ങളുടെ മോളുടെ ഡയറിയാണെന്ന് പറയുന്നു. അവരെ ആര് ബലാത്സംഗം ചെയ്തത് കാരണം ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ഇത് സത്യമാണോ? അല്ല. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. ഒരു പൊതു താല്പര്യ കേസ് കൊണ്ടുവന്നു. ഏതോ ഇന്ദിരയുടെ ആത്മഹത്യയാണ് കാരണമെന്ന് പറഞ്ഞു. അവിടെ ഇരിക്കുന്ന ആ ഡയറിയും ആ പെണ്ണിൻ്റെയാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഏതും സത്യമല്ലെന്ന് അവരുടെ അമ്മ സമ്മതിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് എ സ്റ്റോറി, ജസ്റ്റ് എ ക്രിയേറ്റിവിറ്റി യുവർ ഓണർ. ദയവേത് ഈ പൊതു താല്പര്യ കേസിനെ പിരിച്ചുവിട്ട് ഉത്തരവിടണമെന്ന് താഴ്മയോടെ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. എന്താ ഡിഫൻസ്? രാജേശ്വരി അമ്മേ, നിങ്ങൾ എനിക്ക് തന്നത് നിങ്ങളുടെ മകളുടെ ഡയറി തന്നെയല്ലേ? അതെ. ഇന്ദ്ര മരിക്കുന്നതിന് മുന്നേ അതിലെന്താ എഴുതിയതെന്ന് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടോ? എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. തന്നെ ഒരുവൻ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നും ആ മനോവേദന കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും അതിൽ എഴുതിയിട്ടുണ്ട്. അത് അവർ തന്നെയാണ് എഴുതിയതെന്നുള്ളതിനും തെളിവുകളുണ്ട്. പിന്നെ എന്തിനാണ് രാജേശ്വരി അമ്മേ മാറ്റി പറയുന്നത്? പേടിച്ചിട്ടാണോ? പേടി തന്നെ. ഞാനുണ്ട്. ഭയം ആവശ്യമില്ല. ഇതൊരു ദിവസം കൊണ്ട് വന്ന ഭയമല്ല. ഞാൻ പെണ്ണായി ജനിച്ച ദിവസം മുതൽ
എല്ലാരും കൂടി എന്റെ ഉള്ളിൽ കയറ്റിയ ഭയ. നീ പെണ്ണാണ്, അടങ്ങി ഒതുങ്ങിയിരിക്കെ. ആരെങ്കിലും നിന്റെ അടുത്ത് വന്ന നീ മാറിപ്പോണം. അപമാനിച്ച സഹിക്കണമെന്ന് വർഷങ്ങളായി എല്ലാവരും കൂടെ എന്റെ തലയിൽ കയറ്റിയതാണത്. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ അങ്ങനെ വളർത്തി. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ ബലി കൊടുത്തത്. എന്റെ മോള് മരിച്ചുപോയി മാഡം, മരിച്ചുപോയി. അവള് ജീവനോടെ ഇരിക്കുമ്പോ കിട്ടാത്ത നീതി ഇനി കിട്ടിയാലെന്താ, കിട്ടിയില്ലെങ്കിൽ എന്താ? നീതി അതിന്റെ കടമ ചെയ്യുന്ന എല്ലാവരും പറയുന്നു. എന്നാ നീതി ഞങ്ങൾക്കില്ല മാഡം, ഞങ്ങൾക്കില്ല. ആ നീതി നടപ്പാക്കുമെങ്കിൽ പിന്നെ എങ്ങനെ ഈ നാട്ടിൽ പെൺകുട്ടികൾ മരിക്കുന്നത്? എന്റെ കുഞ്ഞിന് നീതി ചോദിച്ചാൽ ഞാൻ വരുന്നില്ല. എന്നെ വിട്ടേക്ക് മാഡം, എന്നെ വിട്ടേക്ക്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോളാം, ഞങ്ങളെ വിട്ടേക്ക്. അവരെവിടെയെങ്കിലും ഇരുത്തും. യെസ് മൈ ലോർഡ്. അമ്മ കരയാതെ. മൈ ലോർഡ്, 2007 വെള്ളാളപ്പട്ടി പോലീസ് സ്റ്റേഷനിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന തിരുനാക്കരസിനെ എക്സാമിൻ ചെയ്യണം മൈ ലോർഡ്. ദിസ് ഈസ് അബ്സല്യൂട്ട്ലി വേസ്റ്റ് ഓഫ് ടൈം മൈ ലോർഡ്. GP സാർ, സമാധാനമായിരിക്കൂ. ഭാരത്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ. താങ്ക് യു മൈ ലോർഡ്. തിരുനാവുകർസോ, തിരുനാവുകർസോ, തിരുനാവുകർസോ. താങ്കളുടെ പേര്? തിരുനാവുക്കരശൻ. 2007 വെള്ളാളപ്പട്ടി സ്റ്റേഷനിൽ നിങ്ങൾ സർവീസിൽ ഉണ്ടായിരുന്നു അല്ലേ? അതെ. അവരെ നിങ്ങൾക്കറിയോ? അറിയാം. ഞങ്ങളുടെ അടുത്ത വീട്ടിലാണ് താമസിച്ചിരുന്നേ. അവരുടെ മൂത്ത മോൾ ഇന്ദിരയും എൻ്റെ മോളും ബെസ്റ്റ് ഫ്രണ്ട്സാ. നിങ്ങളുടെ മകൾ ഭാരതി. ശരി, ഇന്ദ്ര അസുഖം കാരണമാണ് മരിച്ചത് എന്നാണ് അവരുടെ അമ്മ പറയുന്നത്. അത് സത്യമാണോ സാർ? പറഞ്ഞാലും ഇന്ദ്ര അസുഖം കാരണമാണോ മരിച്ചത്? അങ്ങനെയാ അവരുടെ അമ്മ എന്നോടും പറയാൻ പറഞ്ഞേ. അപ്പോ അത് സത്യമല്ല. ആ ഡയറി അതെല്ലാം സത്യമാണ്. ഒരു കുറ്റം നടന്നിട്ടുണ്ട്. ഇന്ദ്ര ലൈംഗിക അതിക്രമം നേരിട്ടത് കാരണമാണ് ആത്മഹത്യ ചെയ്തത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുത്തില്ല സാർ? അതെന്റെ തെറ്റ് തന്നെ. അതിന് കോടതി എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. അതിനേക്കാൾ വലിയ ശിക്ഷ എന്റെ മോൾ എനിക്ക് തന്നു കഴിഞ്ഞു. ഒബ്ജക്ഷൻ മൈ ലോർഡ്. നമ്മൾ കേസിനെ കുറിച്ച് അന്വേഷിക്കണോ അല്ലെങ്കിൽ ഇവരുടെ കുടുംബകാര്യത്തെ കുറിച്ച് അന്വേഷിക്കുകയാണോ? നിങ്ങൾ അവരെ ക്രോസ് എക്സാമിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? യെസ് മൈ ലോർഡ്. അത് മാത്രം പറയൂ. ഡിഫൻസ്. ഓക്കേ മൈ ലോർഡ്. മിസ്റ്റർ തിരുനാവുക്കരസ്, ഇന്ദിര ബലാത്സംഗം ചെയ്യപ്പെട്ടതാണെന്ന സത്യം നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക? നിങ്ങളത് നേരിട്ട് കണ്ടോ? എന്റെ മോള് ഭാരതി കണ്ടായിരുന്നു. ഒരുപക്ഷെ അവര് നുണയാണ് പറഞ്ഞിരുന്നെങ്കിൽ? എന്റെ മോള് കള്ളം പറയില്ല. കണ്ണുകൊണ്ട് കണ്ട സാക്ഷി നിങ്ങളുടെ മോൾ ഉണ്ടായിട്ടും പിന്നെ താങ്കൾ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? സാഹചര്യം അങ്ങനെ ആയിപ്പോയി. മോളാണെന്ന് പറഞ്ഞില്ലേ ഭാരതി? ശരിക്കും നിങ്ങളുടെ സ്വന്തം മകളാണോ? മനസ്സിലായില്ല. ഭാരതി നിങ്ങൾ നിങ്ങൾക്ക് ജനിച്ച സ്വന്തം മകളാണോ? അതെ. നുണയാണ്. ഭാരതി ഇങ്ങനെയുടെ സ്വന്തം മകളല്ല. ഭാരതി അവരുടെ മകളാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. ഈ കേസിന് ഇത് ആവശ്യമില്ലല്ലോ. ആവശ്യമാണ് മൈ ലോർഡ്. ഈ കേസ് വെറും നുണയാണെന്നതിന് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ ഈ നുണ എന്നെ വലിയ ഉദാഹരണമാണ്. ഭാരതി ഇങ്ങനെയുടെ മകളല്ല, ദത്തെടുത്ത് വളർത്തിയ മകളാണ്. ഇന്ദിര ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നത് ഉൾപ്പെടെ ഈ ഡയറി, ഈ പൊതു താല്പര്യ കേസ് എല്ലാം നുണയാണ് മൈ ലോർഡ്. ഡിഫൻസ്, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? താങ്ക് യു മൈ ലോർഡ്. മൈ ലോർഡ്, GPയുടെ ഭാവന വളരെ മികച്ചതാണ്. എത്ര കള്ളങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ബട്ട് അതിലൊരു സത്യവും ഉണ്ട്. ഭാരതി തിരുനാവുക്കരസിന്റെ മകളല്ല. ഭാരതിയെ തിരുനാവുക്കരസ് തന്റെ മകളായി ദത്തെടുത്തതാണ്. പക്ഷെ എന്തവസ്ഥയിൽ? സർ നിങ്ങൾ പറഞ്ഞേ തീരൂ സർ.
അപ്പൊ ഞാൻ വെള്ളാളിപ്പെട്ടി പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ആയിരുന്നു. പാതിരാത്രി 1 മണിയായി കാണും. എനിക്കൊരു ഫോൺ കോൾ വന്നു. ഹലോ സാറേ, ഞാൻ വരാൽപ്പെട്ടി അംബേദ്കർ സ്ട്രീറ്റിൽ നിന്നും ഗണേശനെ സംസാരിക്കുന്നത്. അടുത്ത വീട്ടില് ഒരു ചെറിയ കുഞ്ഞിനെ വിഷം ചേർത്ത് പാല് കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയാണ് സാറേ. ഒന്ന് പെട്ടെന്ന് വന്ന് കുഞ്ഞിന്റെ ജീവനൊന്ന് രക്ഷിക്കും സാറേ. നിങ്ങൾക്ക് 1 കോടി പുണ്യം കിട്ടും സാറേ. എവിടെന്നാ സംസാരിക്കുന്നേ? അംബേദ്കർ സ്ട്രീറ്റിൽ നിന്നാണ്. നിന്റെ കാലം വിട, നിന്റെ അമ്മയുടെ കാലം വിട. ഇതിനു മുമ്പേ തന്നെ ഞാൻ 2 കുട്ടികളെ പ്രസവിച്ചത്. അത് 2 കിളറി. ഒരു പെൺകുട്ടി ജനിച്ചതിന് നിന്റെ മകൻ തന്നെയാ കാരണം. എന്റെ തലവിധി. കൂടെ കിടക്കാൻ പെണ്ണേനെ വേണം. പക്ഷെ പെൺകുട്ടി ജനിച്ചാൽ നിനക്കൊന്നും ഇഷ്ടമല്ല അല്ലേ? നീ അതിനെ കൊന്നറിയോ? കൊന്നറിയോ നീ? ആരെങ്കിലും എന്റെ കുട്ടീൻ്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, മനുഷ്യനെ നോക്കില്ല, നിനക്ക് ഒന്നും ഞാൻ എന്റെ കുഞ്ഞ്. വേണ്ട, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. വേണ്ട, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. അമ്മ, ഞാൻ നിങ്ങളെ കൈകൂപ്പിക്കൊണ്ട് ചോദിക്കുക, അമ്മ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. നിങ്ങൾക്കറിയോ, അവർക്ക് എത്ര കുട്ടി ജനിച്ചാലും അവർക്ക് പെൺകുട്ടി മാത്രമേ ജനിക്കുള്ളൂ. കുട്ടീന്റെ കൈ കാണിച്ചിട്ട് നീ ഒന്നും ചെയ്യല്ലേ. എന്നൊരു കൊലയാളി ആക്കരുത്. എന്റെ കുട്ടി ഇങ്ങോട്ട് താ. എന്റെ കുഞ്ഞിനെ, അയ്യോ എന്റെ കുഞ്ഞ്. അമ്മ, എന്റെ കുഞ്ഞ്. എവിടെയാണോ ഓടുന്നേ? ഞാൻ അവിടെ എത്തുന്നതിന് മുമ്പ് കുഞ്ഞിന് പാല് വിഷം കൊടുത്തോണ്ട് അതിന് അനക്കവും ശബ്ദവും ഒന്നുമില്ലായിരുന്നു. ഞാൻ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. അമ്മേ, ദേവി, നീ രക്ഷിച്ചു. കുഞ്ഞിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട ഉടനെ വിറച്ചു നിന്നിരുന്ന ഞാൻ സാധാരണ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. പിറന്ന ഉടനെ പാലിൽ വിഷം കലർത്തി കൊടുത്ത് കൊല്ലാൻ നോക്കിയ ആ കുഞ്ഞാണ് ഭാരതി. ഇന്നുള്ള എല്ലാ പെൺകുട്ടികളുടെയും സംരക്ഷണത്തിനായി കോർട്ടിലേക്ക് വന്നേക്കുക. ലഞ്ചിന് ശേഷം പ്രൊസീഡ് ചെയ്യാം. മോളെ, കരയാതെ മോളെ, കരയാതെ. മോളെ ഭാരതി, എന്റെ മോള് ഭാരതി കരയാൻ പാടില്ല. തെറ്റ് ചെയ്ത സ്വന്തം അച്ഛനാണെ പോലും ശിക്ഷിക്കാൻ മടിക്കാത്തവള് നീ കരയാൻ പാടില്ല. അച്ഛന്റെ മോളല്ലേ ഞാൻ? ആര് പറഞ്ഞു? നീ എന്റെ മോള് തന്നെ, എന്റെ മോള്. എങ്ങനെ അച്ഛൻ എല്ലാം സഹിച്ചത്? നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ തരുന്നത് എത്ര വലിയ ശിക്ഷയാണെങ്കിലും അത് സ്വീകരിച്ചു തന്നെ ആവണം, സ്വീകരിച്ചു തന്നെ ആവണം. നീ തന്നെ ഈ ലോകത്തിൽ എനിക്കെല്ലാം. നിനക്ക് ആ തൻ്റെ ഇടമാണ് അഴക്. കരയാതെ മോളെ, കരയാതെ. മൈ ലോർഡ്, സ്ത്രീകൾക്കെതിരായ ആക്രമണത്തിന് നിയമത്തിൽ കടുത്ത ശിക്ഷയുണ്ട്. കടുത്ത ശിക്ഷ ഉണ്ടായിരിക്കാം സാർ, എന്നിട്ടും കുറ്റങ്ങൾ കുറഞ്ഞോ? എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറയും മിസ്റ്റർ ഭാരത്. എപ്പോ? സ്ത്രീകൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായതിനു ശേഷമോ? മൈ ലോർഡ്, പോക്സോ നിയമങ്ങളായാലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരായ നിയമങ്ങളായാലും എല്ലാം ഒരു പെണ്ണിന്റെ മരണത്തിന് ശേഷമേ നടപ്പിലാക്കപ്പെടുന്നുള്ളൂ. ഓരോ നിയമ ഭേദഗതിക്ക് മുന്നേയും ഒരു പെണ്ണിനെ ബലി കൊടുക്കേണ്ടി വരുന്നു. അതിന് തോക്കിന് ലൈസൻസ് തരുന്നത് എങ്ങനെയാണ് പരിഹാരമാവുക? മൈ ലോർഡ്, പെൺകുട്ടികളുടെ കയ്യിൽ തോക്ക് കിട്ടുന്നത് പേടിക്കേണ്ട ഒരു കാര്യമല്ല.
അവളെ ആക്രമിക്കാൻ നോക്കുന്ന മനുഷ്യ മൃഗത്തെ പേടിപ്പിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണത്. അതിനെ അങ്ങനെ കാണണം. നിയമപ്രകാരം തോക്കിന്റെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 21 വയസ്സ് നിർബന്ധമായി ആവണം. അത് പെൺകുട്ടികൾക്ക് മാത്രം 18 വയസ്സായിട്ട് കുറയ്ക്കാമല്ലോ. ഈ നിയമ ഭേദഗതിയൊക്കെ നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയില്ല മൈലോഡ്. നിയമസഭയും നിയമ മന്ത്രാലയവുമാണ് തീരുമാനിക്കേണ്ടത്. സാർ, ഈ കേസ് ലൈവ് റിലേ ആയിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഇതുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ ഇത് കാണാതിരിക്കില്ലല്ലോ. അദ്ദേഹത്തിനും ഈ കേസിനും യാതൊരു ബന്ധവും ഇല്ല എന്നാണോ? അദ്ദേഹം വിചാരിച്ചാൽ നേരിട്ടും വരാമല്ലോ സാർ. ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നും. ഒരു നിയമം പഠിച്ച ലോയറാണോ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരു നിയമമന്ത്രി ഇതുപോലത്തെ ഒരു സാധാരണ കേസിന് ഇങ്ങോട്ട് വരുമോ? എന്താ അതിന്? മൈലോഡ്, മന്ത്രിക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം, അതിന് തടസ്സമൊന്നുമില്ലല്ലോ. ഇത് ഈ നാടിന്റെ മുഖ്യമായ പ്രശ്നമാണ്. ബഹുമാന്യ മിനിസ്റ്റർക്ക് ഈ കോർട്ടിൽ വരാൻ സാധിച്ചാൽ ഈ വിചാരണ നല്ല രീതിയിൽ തീരുമെന്ന് ഈ കോടതി ഇവിടെ ദൃഢമായി വിശ്വസിക്കുന്നു. സൂപ്പറാ ചേട്ടന്റെ രാഷ്ട്രീയ കളി നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെൺപുലി ഭാരതി വിജയിക്കട്ടെ, പുലിക്കുട്ടി ഭാരതി വിജയിക്കട്ടെ, ഭാവി കേരള ഘടക ഭാരതി വിജയിക്കട്ടെ. ചേച്ചി നമസ്കാരം. അങ്കിളെ നമസ്കാരം. വേണ്ടെങ്കിൽ വേണ്ട. ദേ നോക്ക് ഭാരതി, ഞാനാണ് താത്തു താത്തു ദേശീയ പാർട്ടിയുടെ സെക്രട്ടറി ആളവന്താൻ. ഭാരതി 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 എവിടെ നോക്കിയാലും ഈ പേരെ കേൾക്കാറുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ കണ്ണും നിങ്ങളുടെ മേലെ തന്നെയാ. നിങ്ങൾ എന്റെ പാർട്ടിയിലോട്ടൊന്ന് ചേരുകയാണെങ്കിൽ ബാക്കി പാർട്ടിക്കാരെല്ലാം നക്ഷത്രക്കാലെണ്ണിക്കാം. സംസാരിക്കാറിയാവുന്ന ഒരുത്തം പോലും ഇല്ല. നാക്കെടുത്ത റോളക്സും പോത്തിറച്ചി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വാക്കുകളാണെങ്കിൽ തീയല്ലേ. വന്നേ കോച്ചേ, ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വാ, നമുക്ക് ജയിക്കാം. എന്തിനാ വെറുതെ തോക്കൊക്കെ? ഞങ്ങളുടെ പാർട്ടിയിലുള്ള പെണ്ണുങ്ങൾക്ക് പീരങ്കിയാ കൊടുക്കുന്നത്. നിങ്ങൾ ഉമ്മെന്നൊരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, എന്റെ മണ്ഡലം പ്രസിഡന്റ് പദവി തന്നെ നിങ്ങൾക്ക് തന്നേക്കാം. ദേ നോക്ക്, പുതിയ ഇന്നവ നിങ്ങൾക്ക് വേണ്ടി റെഡിയായിട്ട് നിൽക്കുക. എന്തു പറയുന്നു? സമൂഹത്തിന് നല്ലത് ചെയ്യാൻ വേണ്ടിട്ട് രാഷ്ട്രീയക്കാരാവേണ്ട ആവശ്യമൊന്നുമില്ല. നന്ദി ചേട്ടാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേട്ടാ. അല്ല, നിങ്ങളുടെ പാർട്ടിയുടെ പേരെന്താ പറഞ്ഞേ? അത് താത്തു താത്തു. എന്തിനാ കാറി തുപ്പുന്നേ? അതല്ലേ ഏട്ടാ, താത്തു താത്തു. ഓ അങ്ങനാണാ. തോക്കെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ പുതിയ കാര്യമൊന്നുമല്ല. എൻ്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്നു, പിന്നെ ഞാൻ ഉപയോഗിച്ചു. ഇപ്പൊ എൻ്റെ മോള് ലൈസൻസ് കേട്ടേക്കുന്നു, അടുത്ത എൻ്റെ കൊച്ചുമോള് കേൾക്കും. പീരങ്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു റിയാക്ഷൻ ഇല്ലല്ലോ. അങ്ങനെയാണോ? ഡേയ്, 2 കിലോ ആപ്പിൾ മേടിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടറാ. അകത്തേക്ക് വാച്ചാ. വാച്ച എല്ലാരെക്കാളും വലിയ പോലീസാവും ഞാൻ. നിനക്കെന്താ ടീച്ചർ ആയിക്കൂടെ? ഇനി ഞാൻ ചാവുന്ന വരെ എന്റെ അടുത്ത് ഇനി സംസാരിക്കാൻ പാടില്ല. സംസാരിക്കരുത്. ഭാരതി, ഭാരതി, ഭാരതി. ഇത്ര വർഷമായിട്ട് വേദന എനിക്ക് മാത്രമേ ഉള്ളെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ. നിനക്ക് വേദനിക്കുമെന്നുള്ളത് ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ മോളെ. എടോ, നിയമമന്ത്രിയൊക്കെ എന്നാടോ കോടതി വന്നിട്ടുള്ളത്? പൊട്ടന്മാരെ പോലെ സംസാരിക്കുന്നത്. നിനക്കെന്തറിയാനാ? ഇലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ആ മന്ത്രി പോലും ചിലപ്പോ വരാൻ സാധ്യതയുണ്ട് ഇവിടെ. ഇതൊക്കെ ഒരു ഭരണമാണോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ ഭരിക്കുന്നത്? ഈ സ്ഥാനത്ത് ഞങ്ങളാണ് ഭരിച്ചിരുന്നെങ്കിൽ നാട്ടിലെ നിയമമന്ത്രി മാത്രമായിരിക്കില്ല, ഭാരതിക്ക് വേണ്ടി മുഖ്യമന്ത്രി തന്നെ കോടതിയിൽ വന്ന് നിന്നിരിക്കും. എന്ത് ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്?
GP സാർ, മന്ത്രി ഒന്നും മൈലോഡ്, മന്ത്രി അങ്ങനെ വിചാരിച്ച സമയത്തൊന്നും വരാൻ പറ്റില്ല മൈലോഡ്. എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. നിയമമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്താൻ പോകുന്നു. അവർക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഓക്കെ മൈലോഡ്. ഭാരതിക്ക് കിട്ടേണ്ട ന്യായത്തിന് വേണ്ടി മുന്നിലേക്ക് ഓടി വന്ന നമ്മുടെ നേതാവ് ആരും അകത്തേക്ക് വരാൻ പാടില്ല. സാർ, നിങ്ങൾ പുറത്തു നിന്നേ സംസാരിക്കാം. നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇരുന്ന് സംസാരിക്കാം. All are equal before law. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമമാണ്. നിങ്ങൾ നീതി നടപ്പാക്കുന്ന ദേവതയാണ്. നീതിക്ക് മുന്നിൽ എല്ലാവരും നിന്ന് തന്നെ ആവണം. എതിര് കക്ഷിക്കാരെ ഒരുപാട് പരിഹസിച്ച് ബാക്കി പാർട്ടിക്കാരെല്ലാവരും ഞെട്ടിപ്പോയി. നമ്മുടെ അതുല്യ വംശ നേതാവ്, വളരെ അറിവുള്ള ആള്, സ്നേഹമുള്ളവൻ, ഒരു പട തന്നെ വന്നാലും അനങ്ങാത്ത സിംഹം. സർ, ഇത് കോർട്ട്. ഇവിടെ വ്യക്തിപരമായ സ്തുതിയൊന്നും ആവശ്യമില്ല. ഈ കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്നോട് ക്ഷമിക്കണം. ക്യാമറ ഒക്കെ കണ്ടപ്പോഴേ പ്രസ് മീറ്റിംഗ് ആണെന്ന് വിചാരിച്ചു പോയി. നമ്മുടെ കൂടപ്പിറപ്പായ സഹോദരി ഭാരതി ആരംഭിച്ച ഈ കേസ് ഒരു കൊടുങ്കാറ്റ് പോലെ ഈ ദേശത്തെ തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. ആ കാറ്റിൽ അടിച്ചു കയറി വന്ന ഒരു ചെറിയ മനുഷ്യൻ ഞാനും ഇവിടെ വന്ന് നിൽക്കുക. സാർ, ഇവർ എല്ലാരും മുമ്പ് വെച്ച് സാറിന് നല്ലൊരു ഐഡിയ വന്നാൽ എങ്ങനെ ഇരിക്കും? ദിസ് ഈസ് റെഡിക്കുലസ് മൈലോഡ്. ഇദ്ദേഹം മന്ത്രിയാണ്, നമ്മുടെ നാടിന്റെ ഗൗരവമാണ്. ഇങ്ങനെ അടുത്തതുപോലെയൊക്കെ സംസാരിക്കുന്നു. പ്ലീഡർ, ഒന്ന് സമാധാനമായിട്ടിരിക്കേ. ഞാൻ നിന്റെ കഴിവിനെ അംഗീകരിക്കാൻ വന്നതാ. എന്തിനാ എന്നെ അടിക്കണമെന്ന് പറയുന്നേ? സാർ, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. അടിച്ചാ എന്താ നടക്കാൻ പോകുന്നത് ചോദിക്കുന്നത്. ഈ കോടതിയെ ഈ രീതിയിൽ അപമാനിച്ചതിനാലും മന്ത്രിയെ മര്യാദയില്ലാതെ അവരുടെ മുഖത്തടിച്ചതിനാലും ഭാരതിക്ക് 3 വർഷം കഠിന തടവ് ഈ കോടതി വിധിച്ച് ഉത്തരവിടുന്നു. നീ എന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചതേ അടിച്ചതുപോലെ തന്നെ. എന്താ കുട്ടി, എന്നെ അപമാനിക്കണോന്ന് നിനക്ക് എങ്ങനെയാ തോന്നിയേ? എനിക്കങ്ങനെ തോന്നിയില്ല സാർ. നിങ്ങളാ അങ്ങനെ ആലോചിച്ചത്. ഞാൻ നിങ്ങളെ ഇപ്പൊ അടിച്ചാ ഈ കോർട്ട് എനിക്ക് ശിക്ഷ തരത്തില്ലേ? ഉറപ്പായിട്ടും. ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. എനിക്ക് ശിക്ഷ തന്നാ മാത്രം നിങ്ങൾ അപമാനപ്പെട്ടത് മാറാൻ പോന്നോ? ജീവിതകാലം മൊത്തം അത് ബാധിക്കില്ലേ? ഉറപ്പായിട്ടും ബാധിക്കും. ആ അപമാനം ഒരിക്കലും എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല. അപ്പോ ക്രൂരത അനുഭവിച്ച പെണ്ണിനും അതല്ല അവസ്ഥ. നിങ്ങൾ ശിക്ഷ കൊടുക്കും. എപ്പോ? തെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷ പോലും കുറ്റം കേൾക്കാതിരിക്കാൻ വേണ്ടിട്ടാ. പക്ഷെ ബാധിക്കപ്പെട്ട പെണ്ണിന് അവക്കുണ്ടായ അപമാനത്തിന് എന്ത് സമാധാനം പറയാ? എല്ലാ ദിവസവും അവൾ അനുഭവിക്കുന്ന വേദന എങ്ങനെ നിങ്ങൾ മാറ്റും സാർ? 18 വയസ്സിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം തന്ന നിങ്ങള് തോക്കുപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം തരില്ലേ? തോക്കാ? പെണ്ണുങ്ങളെ അതിശക്തിമതിയാ. അവരുടെ കയ്യിലൊക്കെ എന്തിനാ തോക്ക് കൊടുക്കാൻ വേണ്ടി പറയുന്നേ? ഓ, അപ്പൊ കയ്യിൽ പാചകം ചെയ്യാൻ വേണ്ടി കരണ്ടി കൊടുക്കല്ലേ? ആ, ഞാൻ അങ്ങനല്ല പറഞ്ഞേ. പഠിക്കണം. പെൺകുട്ടികൾ ഒരുപാട് പഠിക്കണം. വലിയ വലിയ അധികാരങ്ങളിലെല്ലാം വരണം. ഈ മാഡത്തിനെ പോലെ ജഡ്ജ് ആവണം. എങ്ങനെ സാർ വരാൻ പറ്റും? എങ്ങനെ വരാൻ പറ്റും? 9 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ പോലും വെറുതെ വിടില്ല. ഒരാൾ മാത്രമല്ല, കൂട്ടം കൂട്ടമായിട്ടാണ് നശിപ്പിക്കുന്നത്. പെണ്ണുങ്ങളെ ദൈവം എന്ന് പറയും. ഉള്ള എല്ലാ നദിക്ക് പെണ്ണുങ്ങളുടെ പേരും വെക്കും. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ രക്തവും ചെളിയും കൊണ്ട് ജീവനോടെ നിൽക്കുന്ന ഒരു പെണ്ണിനെ ഒരു വസ്തുവായിട്ട് എങ്ങനെ കാണാൻ പറ്റുന്നേ? നിന്ന് നിന്ന് ഉരുക്കി പോവാണ് സാർ. ഇരുട്ടാണ്. അവിടെ പോയാൽ 4 പേര് വരുവോ? റോഡിൽ ആരുമില്ല. ഇവിടെ പോയി കഴിഞ്ഞാൽ 10 പേര് നോക്കുവോ? ബസ്സിൽ 10 മണിക്ക് ശേഷം എവിടെയും പോകാൻ പറ്റില്ല സാർ. 5 പേര് പിന്തുടരുവാണോ? ക്ലാസ് റൂമിൽ സാറ് പിടിക്കുന്നുണ്ടോ? കോളേജിൽ ഫ്രീഡം ഉണ്ടോ? അത് ചെയ്യാൻ പറ്റുമോ? ഇത് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ ആലോചിച്ച് എങ്ങനെ പഠിക്കാൻ പറ്റും സാർ? എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് പറ. വർഷങ്ങളായി ആണുങ്ങൾ എന്ത് കാര്യത്തിലാണ് ഞങ്ങൾ അടക്കി വെച്ചത്? അതിന് സമമായിട്ടുള്ള ബലം വേണം. ഞങ്ങളുടെ ശരീരം കൊണ്ട് കിട്ടാത്ത ബലം ഈ തോക്ക് കൊണ്ട് കിട്ടും. തോക്ക് എന്നൊരു വസ്തു ജീവനുള്ള ഒരു പെണ്ണിനെ സംരക്ഷിക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നതിൽ എന്താണ് പ്രശ്നം സാർ? തോക്കെന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിച്ച് അലറുന്നു, ഭയന്നോടുന്നു. 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് തോക്ക് കയ്യിൽ വെക്കാൻ അവകാശം കൊടുക്കാൻ എന്നെ കൊണ്ടൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ പെണ്ണുങ്ങൾക്ക് അധികാരം കൊടുക്ക്. പെണ്ണുങ്ങളെല്ലാം നോക്കട്ടെ. ഈ പറഞ്ഞ എനിക്ക് പൂർണ്ണ സമ്മതം. സ്ത്രീകളുടെ പാഠശാല, അവർക്കായിട്ടുള്ള കോളേജുകൾ, അവര് ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, സ്ത്രീകൾക്കായിട്ടുള്ള ബസ്സുകൾ, അതിലെല്ലാം തോക്ക് പിടിച്ച
പെൺ പോലീസുകാരുണ്ടാവും. ഇതിനെക്കുറിച്ചുള്ള തീരുമാനം എത്രയും പെട്ടെന്നുണ്ടാവും. നന്ദി. എന്നെ കോർട്ടിനകത്ത് കയറ്റിയല്ലേ? സോറി സാർ, നിങ്ങൾ വരാൻ പാടില്ലെന്ന് ഞാൻ വിചാരിച്ചു. ശരി, ഞങ്ങളെല്ലാം രക്ഷിക്കാൻ ഒരുപാട് പാടുപെടുന്നുണ്ട്. ഇരിക്കട്ടെ. നീതി ദേവതയെ നേർക്ക് നേർക്കണ്ട ഞങ്ങളുടെ നേതാവ് വിജയിക്കട്ടെ. ഭാരതിയുടെ പൊതുതാൽപര്യ ഹർജി അവസാന ഘട്ടത്തിൽ. ചുരുങ്ങിയ സമയത്തിൽ തന്നെ ഭാരതിയുടെ പൊതുതാൽപര്യ ഹർജിയുടെ ഫലം നമ്മൾക്ക് അറിയാൻ സാധിക്കും. എന്റെ സ്നേഹം നിറഞ്ഞ ജനങ്ങളെ, നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ഭാരതി രാജ. ഭാരതി, ഈ പേരിൽ തന്നെ ഒരു ചരിത്രമേ ഉണ്ട്. പെട്രോളിന്റെ വിലയും മദ്യത്തിന്റെ വിലയും ഉയർത്താൻ ഗവൺമെന്റ് ഒരിക്കലും ആലോചിക്കത്തില്ല. പക്ഷേ പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന മുട്ടയും പാലും 1 രൂപ ഉയർത്തണമെങ്കിൽ പോലും ഗവൺമെന്റ് വളരെയധികം ഭയപ്പെടും. കാരണം സ്ത്രീകൾ ഒരുമിച്ച് സമരത്തിലേക്ക് ഇറങ്ങിയാൽ ഏതൊരു ഗവൺമെന്റ് ആണെങ്കിലും ഇല്ലാതായി പോകും. അത് ആ ഗവൺമെന്റിന് നന്നായിട്ട് അറിയാം. എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് എല്ലാവരും അവരവരുടെ ഉള്ളിലേക്ക് നോക്കും. ഒരു തീയെ കാണാൻ പറ്റും. അങ്ങനെയായിരിക്കും എല്ലാവരും ഭാരതീയം കാണുന്നത്. നമ്മൾ ദേശീയ ഗാനം കേൾക്കുമ്പോൾ എത്ര ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നുവോ അതുപോലെ തന്നെ പെണ്ണുങ്ങൾ ഏതൊരു അപകട ഘട്ടത്തിലാണെങ്കിലും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും കൂടെ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം. ഭാരതി ഒരു കീടനാശിനിയാണ്. എതിർക്കാനുള്ള ബലം ജനിച്ചപ്പോഴേ ഉള്ളതാണ്. ചരിത്രത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ആളല്ലേ ഭാരതി. വെള്ളക്കാരുടെ കാലത്തൊക്കെ നമ്മുടെ അടുത്ത് ഗൺ ലൈസൻസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞില്ലേ? നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിൽ തന്നെയാണുള്ളത്. ഒരേ ഒരു ജന്മത്തിൽ ആണായിട്ടും പെണ്ണായിട്ടും ജീവിക്കുന്നൊക്കെ ഒരു വരവാണ്. ഞങ്ങൾ ഉറപ്പിച്ച് പറയാണ്, സത്യമായിട്ടും ഭാരതി ഈ കേസിൽ ജയിക്കും. ഹൈക്കോടതിക്ക് 6 വാതിലുകളുണ്ട്. പക്ഷെ നമ്മുടെ ഭാരതി മാത്രമാണ് നീതി ചോദിച്ചു പോയിരിക്കുന്നത്. ആ 6 വാതിലിലും കൂടെ ഒരു ദിവസം എല്ലാ പെണ്ണുങ്ങളും നീതി ചോദിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ഭരണകൂടം തന്നെ സ്തംഭിച്ചു പോകും. ഉറപ്പായും ഭാരതിയുടെ ഈ പോരാട്ടം സർക്കാരിന്റെ നോട്ടത്തിൽ എത്തിയിരിക്കും. അവരുടെ ഈ ശ്രമം വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാരതിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ ഉയരങ്ങളിലേക്ക് വളരാൻ വേണ്ടി എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഭാരതി വിജയിക്കട്ടെ, വളരട്ടെ. ഭാരതി ടീച്ചറിന് എന്റെ ഹൃദയപൂർവ്വമായ ആശംസകൾ. ഐ സപ്പോർട്ട് ഭാരതി. ഐ സപ്പോർട്ട് ഭാരതി. 18 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് അവരുടെ സംരക്ഷണത്തിനു വേണ്ടി ആംസ് ആക്ട് 1959 നിയമവ്യവസ്ഥകളെ മാറ്റുവാൻ ഭരണകൂടത്തിന് പിന്തുണ നൽകിക്കൊണ്ട് ആർട്ടിക്കിൾ 226 മൂലം സ്ഥാപിച്ച ഈ വിചാരണയുടെ തീർപ്പ് ഇവിടെ കൽപ്പിക്കുന്നു. അപേക്ഷ സമർപ്പിച്ച ഭാരതിക്ക് വ്യക്തിപരമായി തോക്കിന്റെ ഉപയോഗം നിഷേധിച്ചതിനാലാണ് ഈ വിചാരണ ഇവിടെ നടക്കുന്നത്. അവരൊരു പബ്ലിസിറ്റി അഡിക്റ്റ് ആണെങ്കിലും കോടതി ഇവിടെ അംഗീകരിക്കുന്നില്ല. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി നിരവധി നിയമങ്ങൾ ഉള്ളപ്പോൾ വ്യക്തിപരമായി തോക്കിന്റെ ആവശ്യം ഇല്ല എന്നതാണ് കോടതിയുടെ തീരുമാനം. ദിനം ദിനം വർദ്ധിച്ചു വരുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കയ്യേറ്റവും തടഞ്ഞുകൊണ്ടുള്ള തീർപ്പുകൾ, കൂടാതെ പോസ്കോ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോഴും കുട്ടികൾക്ക് തോക്ക് കൊടുക്കേണ്ട ആവശ്യമാണ് വന്നിരിക്കുന്നത്. ഒരു വാക്ക് നാമത്തിൽ നിന്നും ക്രിയയിലേക്ക് മാറുമ്പോൾ അതാണ് ആധിപത്യം. സ്ത്രീകൾക്ക് അവസരങ്ങൾ കുറവും പുരുഷന്മാർക്ക് നേട്ടങ്ങൾ കൂടുതലാണുമുള്ളത്. സ്ത്രീകൾ മാനത്തെ ഭയന്ന് അടങ്ങി ജീവിക്കുന്നു. അതാണ് സ്ത്രീകളെ ആത്മഹത്യയിലേക്കും പുരുഷന്മാരെ കൊലപാതകത്തിലേക്കും നയിക്കുന്നത്. എല്ലാ ജീവനും വിലയുണ്ട്. ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കാതെ ഇരിക്കാൻ മുൻകൂട്ടി തന്നെ നിയമവ്യവസ്ഥകൾ കൊണ്ടുവരണമെന്ന് താഴ്മയോടെ ഇവിടെ അഭ്യർത്ഥിക്കുകയാണ്. പുരുഷന്മാരെക്കാൾ ശക്തിയോടെ സ്ത്രീകൾ ഇവിടെ നിലനിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് മാത്രം ഈ ക്രൂര ആക്രമണങ്ങൾ എങ്ങനെ നടക്കുന്നു? ആ ബലാത്സംഗത്തിലൂടെ പുരുഷന്മാർ എന്താണ് നേടുന്നത്? സ്നേഹമോ, പ്രണയമോ, ജീവിതം മുഴുവൻ സന്തോഷമോ? ഒന്നും കിട്ടാൻ പോകുന്നില്ല. പകരം നിയമങ്ങളിലൂടെ ജയിൽ ശിക്ഷയും അപമാനവും മാത്രമാണ് ലഭിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടും ലൈംഗിക പീഡനങ്ങൾ തുടരെ നടക്കുകയാണെങ്കിൽ നടന്നതിന് ശേഷം ശിക്ഷ വിധിക്കുന്നതിന് പകരം ഇത് നടക്കാതിരിക്കാനാണ് നിയമങ്ങൾ കൊണ്ടുവരേണ്ടത്. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ മനഃശാസ്ത്രം പരിശോധിച്ചാൽ ശിക്ഷാ നിയമങ്ങൾ കൊണ്ട് മാത്രം സ്ത്രീകളെ സംരക്ഷിക്കുവാൻ കഴിയുകയില്ല. ഇവിടെ നോക്ക്, എന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കോർട്ടിൽ പോയി പറയും ഞാൻ.
നീ തൊഴിൽ ചെയ്യുന്നെന്നും നിന്റെ മകളെ തൊഴിലിനയച്ചാണ് ജീവിക്കുന്നതെന്നും കോർട്ടിൽ വെച്ചടി, കോർട്ടിൽ വെച്ച് പറയൂടി. നാണം കെട്ട് ചാവും. സംഭവിക്കുന്ന തെറ്റുകൾക്ക് സർക്കാരിനെയും കോടതിയെയും പോലീസിനെയും കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് നിങ്ങളുടെ കുട്ടികളെ, പ്രത്യേകിച്ച് ആൺകുട്ടികളെ എങ്ങനെയാണ് വളർത്തിയത്? മാതാപിതാക്കൾക്കും കുട്ടികൾക്കും തമ്മിലുള്ള ബന്ധം ശരിയല്ല എങ്കിൽ മുഴുവൻ ജീവിതവും തകർന്നു പോകും. മുലപ്പാലിനൊപ്പം സ്നേഹനിധിയായ സ്ത്രീകളുടെ ഗുണങ്ങളും പരിപോഷിപ്പിക്കുക. അത്യാഗ്രഹങ്ങൾ നിറഞ്ഞ കുട്ടികളാണ് പിന്നീട് സമൂഹത്തിൽ മോശം കാര്യങ്ങൾ ചെയ്തു വരുന്നത്. കാമം, കോപം, ദുഃഖം എന്നീ വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനുഷ്യന് ഒരു സ്കൂളിലും പറഞ്ഞു കൊടുക്കുന്നില്ല. വെറും വിദ്യാഭ്യാസം മാത്രമാകരുത്, സമൂഹത്തിലെ തിന്മകളെയും തിരിച്ചറിയാൻ കഴിയണം. നീതിമാന്മാരായ നിരവധി പേർ ജീവിച്ചിരുന്ന ഈ രാജ്യത്ത് ഇന്ദിരയുടെ അമ്മ രാജേശ്വരിയുടെ വേദനയ്ക്കും കണ്ണീരിനും ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഈ കോടതി നേരിടുന്നത്. നിറയെ സാക്ഷികൾ ഉണ്ടായിരുന്നിട്ടും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ ഇന്ദിരയ്ക്ക് കോടതി നീതി നിഷേധിക്കപ്പെട്ടതിൽ ലജ്ജിക്കുന്നു. ഏതൊരു പ്രകൃതി വിരുദ്ധ വിപ്ലവവും ആയുധവും ഗുണത്തെക്കാളേറെ ദോഷമാണ് കൊണ്ടുവരുന്നത്. 18 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് പരിശീലനവും തോക്കും കൊടുത്താലും അത് ശരിയായ സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതൊരു തോക്ക് സംസ്കാരത്തിന് വഴിയൊരുക്കിയാൽ എന്തു ചെയ്യും? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉള്ളപ്പോൾ ഭാരതിയുടെ ഹർജിയെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിരസിക്കുന്നു. ഒടുവിൽ ഈ കേസിന്റെ പേരിൽ ഭാരതി ഉപേക്ഷിച്ച അവരുടെ അധ്യാപക ജോലി പുനഃസ്ഥാപിക്കുവാൻ ഞാൻ സർക്കാരിനോട് ഉത്തരവിടുന്നു. നിങ്ങൾ കോടതിയിൽ വന്നതിന്റെ ഉദ്ദേശം നടന്നില്ലല്ലോ. നടന്നില്ലെന്ന് അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. നീതി കിട്ടുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അത് നടന്നില്ലെങ്കിൽ സുപ്രീം കോർട്ടിലോട്ട് പോവും. അവിടെയും പോയി തോക്ക് ചോദിക്കും. തോക്ക് സമ്പ്രദായം കൊണ്ടുവരണോ? അക്രമം അനിവാര്യമാണോ? അക്രമത്തെ സഹിക്കണോന്ന് പറയുന്ന അഹിംസയും അക്രമമാണ്. അനീതിക്കെതിരായ അക്രമവും അഹിംസയും. എന്റെ വേദന മനസ്സിലായില്ല. ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല. അവനെ കൊല്ലണം ഭാരതി, അവനെ കൊല്ലണം ഭാരതി. നമസ്കാരം. ചെന്നൈ ആലപ്പാക്കത്തിനടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ 10 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയെ ആഴ്ചകൾ നീണ്ട അന്വേഷണത്തിനൊടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശ്രീമതി, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ടിവി കണ്ടിട്ട് ഭക്ഷണം കഴിക്കരുതെന്ന്? അമ്മേ പോ അമ്മേ. ഇന്ന് എന്ത് പരീക്ഷയാ മോളെ? മലയാളം അമ്മേ. ബൈ ബൈ. എന്താ മോളെ, എന്തെങ്കിലും മറന്നുപോയോ? നിക്കമ്മേ പറയാം. നീ എന്താ തിരയുന്നേ? ഇവിടെ വെച്ചിരുന്നല്ലോ. ശ്രീമതി, എന്താന്ന് പറ. എന്താ നീ അന്വേഷിക്കുന്നെന്ന് പറ. നിങ്ങൾ എവിടേക്കെങ്കിലും മാറ്റി വെച്ചോ അമ്മേ? എന്താണെന്ന് പറ. ഇന്ത്യയിലെ നിയമപുസ്തകത്തിൽ പെൺകുട്ടികളെ കൊല ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗമായി ചേർക്കണമെന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വിധി പുറപ്പെടുവിച്ചു. പെൺകുട്ടികളുടെ കൊലപാതകവും പെൺകുട്ടികൾക്കെതിരായ അക്രമങ്ങളും ചെയ്ത ശേഷം നിയമത്തിന്റെ പഴുതുകൾ വെച്ച് പലരും രക്ഷപ്പെടുന്നു. ഈ നിയമങ്ങൾ ദേശീയ നിയമ സംഹിതയിൽ പോലും ഒരു പ്രത്യേക വിഭാഗമായി ഇതുവരെ തരംതിരിച്ചിട്ടില്ല. ഭാരതീയ നിയമ സംഹിതയിൽ പെൺകുട്ടികൾക്കെതിരായിട്ടുള്ള അക്രമത്തിന് ശരിയായിട്ടുള്ള ശിക്ഷയില്ല. ആ സംഭവങ്ങളിൽ പലതും സ്ത്രീധനം കാരണമായിട്ടുള്ള മരണമായിട്ടോ കുടുംബ വഴക്ക് കാരണമുള്ള മരണമായിട്ടോ ആണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾക്കാണ് മാറ്റമുണ്ടാവേണ്ടത്. ഇത് അവസാനിപ്പിക്കാൻ പുതുവാതിലുകൾ തുറന്ന് പുതിയ നിയമ സംഹിത ഉണ്ടാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നീ എന്താ ചെയ്യുന്നേ? ഇത് ബാഗിൽ വെക്കമ്മേ. ഇന്നതിന് കണക്ക് പരീക്ഷ അല്ലല്ലോ. ഇത് കുഴപ്പമില്ലമ്മേ. പോകുന്നത് അംഗീകരിക്കാൻ പറ്റാത്തതാണ്.
അതുകൊണ്ട് തന്നെ വേഗം വെക്കമ്മേ. സംഹിതയിൽ പെൺകുട്ടികളുടെ ക്രൂര കൊലപാതകത്തിനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമത്തിനും പീഡനത്തിനും തക്ക ശിക്ഷ കൊടുക്കത്തക്ക രീതിയിൽ ബലമുള്ള നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞാൻ ഭരണകൂടത്തോട് താഴ്മയായി അപേക്ഷിക്കുന്നു. എല്ലാവർക്കും എന്റെ നന്ദി. അടപൂട്ടി വെച്ച പൂട്ടും മുടച്ച് പെൺപറവയും പറന്നിടുന്നു. ഭയത്തിനെയെല്ലാം വലിച്ചെറിഞ്ഞു പുതുചിറകിനെ വിരിച്ചിടുന്നു. പെണ്ണേ നീയേ പ്രപഞ്ചമേ ആണിനം നിന്നിൽ അടങ്ങിടും. ചോദ്യങ്ങൾ നീ ചോദിക്കണം ചോദിക്കണം ധൈര്യമായി നീ മുന്നേറ്. തേടൽ തേടൽ നീ തുടർന്നിട് തുടർന്നിട് തളരാതെ. അടപൂട്ടി വെച്ച കൂട്ടും മുടച്ച് പെൺപറവയും പറന്നിടുന്നു. ഭയത്തിനെയെല്ലാം വലിച്ചെറിഞ്ഞ് പുതുചിറകിനെ വിരിച്ചിടുന്നു.